പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ ഈ വെള്ളിയാഴ്ച സർവീസായി കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയ വലിയ അവസരത്തിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് സന്ധ്യാസമയവും നമുക്ക് ഒരുമിച്ച് ഈ മാധ്യമത്തിലൂടെ ചേർന്ന് വരുവാൻ, നമ്മുടെ സ്വർഗീയ പിതാവിനെ ഒന്ന് വാഴ്ത്തുവാനുള്ള ഈ വിലപ്പെട്ട സമയത്തിനെ നമുക്ക് പൂർണ്ണമായി ഉപയോഗിച്ച് നമുക്ക് ദൈവ സാന്നിധ്യത്തെ ഒന്ന് അനുഭവിച്ച് നമ്മുടെ അപ്പൻ്റെ നാമത്തെ ഉയർത്താം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സന്ധ്യാസമയത്തിനായി നന്ദി പറയുന്നു പരിശുദ്ധനെ. അപ്പാ, അങ്ങയുടെ വാഗ്ദത്ത പ്രകാരം 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടി വരുന്നു അവരുടെ നടുവിൽ ഞാൻ ഉണ്ട് എന്നുറപ്പ് തന്ന ഞങ്ങളുടെ അപ്പൻ്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി വരുന്നപ്പ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് ഏറ്റവും അടുത്തുണ്ട് എന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായി ഉറപ്പുണ്ടപ്പ. വേറെ ആരെക്കാട്ടിലും ഞങ്ങളോട് ഏറ്റവും അടുത്തിരിക്കാൻ താല്പര്യമുള്ള ഒരാളെ ഉള്ളൂ, അത് ഞങ്ങളുടെ സ്വർഗത്തിലെ അപ്പനാണ്. ഇന്ന് സന്ധ്യാസമയം ഞങ്ങളുടെ അപ്പൻ്റെ ആ സാന്നിധ്യത്തിനോട് ചേർന്ന് വരുന്നു. അപ്പം ഇന്ന് ഞങ്ങളോടൊപ്പം ചേരുന്ന തൻ്റെ ഓരോ മക്കളെയും പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരായിരിക്കുന്ന സാഹചര്യം, അവരായിരിക്കുന്ന ചുറ്റുപാട് എല്ലാം പരിശുദ്ധയാത്മാവെ അങ്ങ് പ്രവർത്തിക്കാൻ പോകുന്ന കൃപകൾക്കായി നന്ദി. ഇന്ന് സന്ധ്യാസമയം സ്വാതന്ത്ര്യത്തിൻ്റെ സമയമായി തീരുവാൻ പരിശുദ്ധയാത്മാവെ അങ്ങ് ഇടയാക്കുന്ന കൃപകൾക്കായി നന്ദി അപ്പ. തൻ്റെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു അപ്പ. എല്ലാ കാര്യങ്ങളെയും അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. പരിശുദ്ധയാത്മാവെ അങ്ങ് പൂർണ്ണമായി നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്ന കൃപകൾക്കായി നന്ദി. മഹത്വം പുകഴ്ചങ്ങയ്ക്ക് മാത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗലാത്യരിൽ പൗലോസ് പറയുന്നു, ക്രിസ്തു നമ്മളെ സ്വാതന്ത്ര്യത്തിനായാണ് സ്വതന്ത്രനാക്കിയത്. അങ്ങനാണെങ്കിൽ ഇന്ന് സന്ധ്യാസമയം നമുക്കുറപ്പുണ്ടാകണം, ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ ശത്രുവിന് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുവാൻ കഴിയത്തില്ല. ഇന്ന് സന്ധ്യാസമയം ആ ഉറപ്പോടെ, ആ ധൈര്യത്തോടെ സ്വർഗം നമ്മുടെ മേൽ കൈമാറിയ ആ സ്വാതന്ത്ര്യത്തെ അനുഭവിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മുടെ അപ്പൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താം. നമുക്ക് ഗീതങ്ങളാൽ, സ്തുതികളാൽ അവൻ്റെ മാധുര്യമുള്ള നാമത്തെ നമുക്ക് ഉയർത്താം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ വാഴും എന്നപ്പാ, ഉടയോനേ, നമ്മോടെ കെമനിയേ തനിയാനോരോണിയോ, എല്ലാ മാനവും പുകഴ്ചയും മഹിമയും നിനക്കായി. അനുഗ്രഹത്തിൻ അധിപതിയെ, ആനന്ദ കൃപ പേരും നദിയെ, അനുഗ്രഹത്തിൻ അധിപതിയെ, ആനന്ദ കൃപ പേരും നദിയെ, അനുദിനം നീൻ പാദം ഗതിയെ, അടിയാനു നിൻ കൃപ മതിയെ, അനുദിനം നിൻ പാദം ഗതിയെ, അടിയാനു നിൻ കൃപ മതിയെ, തന്നുയിരേ പാപികൾക്കായി തന്നവനാ നീനിയും, തന്നുയിരേ പാപികൾക്കായി തന്നവനാ നീനിയും, തള്ളി
തീരുമോ ഏഴ എന്നെ തീരുമോ നിൻ സ്നേഹമെന്നിൽ തള്ളിടുമോ ഏഴ എന്നെ ഓ തിരുകരങ്ങൾ തരുന്ന നല്ല ശിക്ഷയിൽ ഞാൻ പതറുകില്ല തിരുകരങ്ങൾ തരുന്ന നല്ല ശിക്ഷയിൽ ഞാൻ പതറുകില്ല മക്കളെങ്കിൽ ശാസനകൾ സ്നേഹത്തിൻ പ്രകാശനങ്ങൾ മക്കളെങ്കിൽ ശാസനകൾ സ്നേഹത്തിൻ പ്രകാശ മക്കളെങ്കിൽ ശാസനകൾ മക്കളെങ്കിൽ ശാസനകൾ സ്നേഹത്തിൻ പ്രകാശനങ്ങൾ ഓ അനുഗ്രഹത്തിൻ അധിപതിയേ അനന്ത കൃപ പേരും മതിയേ അനുഗ്രഹത്തിൻ അധിപതിയേ അനന്ത കൃപ പേരും മതിയേ അനുദിനം നീൻ പാദം തേടിയേ അടിയാനു നീൻ കൃപ മതിയേ അനുദിനം നീൻ പാദം ഗതിയേ അടിയാനു നീൻ കൃപ മതി അനുദിനം നീൻ പാദം ഗതിയേ അടിയാനു നീൻ കൃപ മതിയേ അടിയാനു നിൻ കൃപ മതിയേ അടിയാനു നിൻ ഓ അടിയാനു നിൻ കൃപ മതിയേ കൈകളെ തട്ടി കർത്താവിന് അല്പനേരം മഹത്വം കൊടുത്താട്ടെ. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് അല്പനേരം കൈകളെ തട്ടി ഹൃദയത്തെ ഒന്ന് റിലാക്സ് ആയിട്ട് റമമക്കിബി ചെവിയിൽ മുഴങ്ങുന്ന ശബ്ദങ്ങളെ, ചിന്തയിൽ മുഴങ്ങുന്ന ശബ്ദങ്ങളെ അതിനെ അറസ്റ്റ് ചെയ്ത് അതിനെ ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ എൻ്റെ അപ്പന് ശ്രദ്ധ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് ഈ സെഷനിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. വളരെ വ്യത്യാസങ്ങൾ, അത്ഭുതങ്ങൾ, എൻകൗണ്ടേഴ്സ്, ഏറ്റുമുട്ടൽ, കർത്താവിനെ കണ്ടുമുട്ടുന്ന കർത്താവുമായിട്ടുള്ളൊരു ഉരസൽ, അതിനുവേണ്ടി തയ്യാറാകുക. നമ്മൾ പാടി മക്കളെങ്കിൽ ശാസനകൾ സ്നേഹത്തിൻ പ്രകാശനങ്ങൾ. മക്കൾ, ഹല്ലേലൂയ. നമ്മൾ മക്കളാണ്, നമ്മൾ സുരക്ഷിതരാണ്, നമ്മുടെ ഭാവി സുരക്ഷിതമാണ്, നമ്മുടെ ഇന്ന് സുരക്ഷിതമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വചനം പറയുന്നു, അവൻ, ഞാൻ ആ വാക്യം എടുക്കാം, അവൻ നിങ്ങൾക്കായി കരുതുന്നവൻ ആകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ഇത്തിരി ഫേമസ് ആയിട്ടുള്ള വാക്യമാണ്.
ഒരിക്കൽ കൂടെ, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ചിന്താകുലങ്ങൾ അവൻ്റെ മേൽ ഇട്ടിട്ട്, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ റിലാക്സ് ആകുക. സഹോദരങ്ങളെ, ഇത് നാം ഒരുമിച്ച് ആനന്ദിക്കുന്ന സമയമാണ്. എല്ലാ ആഴ്ചയും പറയുന്ന കാര്യമാണ്, നാം ഒരുമിച്ച് ആനന്ദിക്കുന്ന സമയമാണ്. ഒരുമിച്ച് ഒരു കുടുംബം പോലെയല്ല, കുടുംബമായിട്ട് ആനന്ദിക്കുന്ന സമയമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അല്പസമയം കർത്താവിന് സ്തുതികൾ അർപ്പിച്ച് ഉല്ലാസത്തിൻ്റെ ഘോഷങ്ങൾ ഉയർത്തി നമുക്ക് അവൻ്റെ സന്നിധിയിലായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്കായി കരുതും അവൻ നല്ലയോ ഹരി, നിനക്കായി കരുതും അവൻ നല്ലയോ ഹരി. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. നിനക്കായി കരുതും അവൻ നല്ലയോ ഹരി, നിനക്കായി കരുതും അവൻ നല്ലയോ ഹരി. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. ഓ, കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. ഓ, വഴിയൊരുക്കും അവനാഴികളിൽ, ബലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനാഴികളിൽ, ബലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും, വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും, വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. നിനക്കായി കരുതും അവൻ നല്ലയോ ഹരി, നിനക്കായി കരുതും അവൻ നല്ലയോ ഹരി. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കൂ. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാഗ്ദത്തം നമ്മുടെ വിശ്വാസത്തോടെ ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞാട്ടെ, അവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കൊരു മാറ്റമില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കൊരു ഓ, നിനക്കായി കരുതും അവൻ നല്ലയോ ഹരി, നിനക്കായി കരുതും അവൻ നല്ലയോ ഹരി. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു. രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ. രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ. അടിപ്പിണരാൽ അവൻ സൗഖ്യം തരും, വചനമയച്ചു നിന്നെ വിടുവിച്ചിടോ. അടിപ്പിണരാൽ അവൻ സൗഖ്യം തരും, വചനമയച്ചു നിന്നെ വിടുവിച്ചിടോ. നിനക്കായി കരുതും അവൻ നല്ലയോ ഹരി, നിനക്കായി കരുതും അവൻ നല്ലയോ ഹരി. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു.
വാഗ്ദത്തങ്ങൾ നമ്മുടെ നിക്ഷേപം. ഓ വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, പക്ഷേ അവന്റെ വചനങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. ഹല്ലേലൂയ. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കൊരു മാറ്റമില്ല. നിനക്കായി കരുതും അവൻ നല്ലയോ ഹരി, നിനക്കായി കരുതും അവൻ നല്ലയോ ഹരി. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു. എനിക്കായി കരുതുന്നവൻ, ഹല്ലേലൂയ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, എൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. ഓ പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഓ എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എരുതിയിൽ വീണാലും, ഓ എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതോ തീയിലല്ല, യേശുവിൻ കരങ്ങളിലാ. ഓ വീഴുന്നത് തീയിലല്ല, എന്നപ്പന്റെ കരങ്ങളിലാ. ഓ പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി. ഓ പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി. ഓ എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ. ഘോരമാം ശോധനയിൽ, ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ, ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ നടക്കുന്നത് യേശുവത്രേ, ഞാനവൻ കരങ്ങളിലാ. നടക്കുന്നത് യേശുവത്രേ, ഞാനവൻ കരങ്ങളിലാ. ഹല്ലേലൂയ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി. മനസ്സിൽ ഉറപ്പ് വ്യാപരിക്കട്ടെ, മനസ്സിൽ ധൈര്യം വെക്കട്ടെ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ, പരീക്ഷ എന്റെ ദൈവം വിളിച്ചു വന്നാട്ടെ, ധൈര്യത്തോടെ വിളിച്ചു വന്നാട്ടെ. ഈ കഥയുടെ അവസാനത്തിൽ നീ അല്ല നോക്കുന്നത്, നിന്റെ ജയം, നീ നിന്റെ ജയത്തിന് വേണ്ടി ചെയ്യുന്ന യുദ്ധമാണ്. ജയത്തിൽ നിന്ന് ജയത്തിലേക്ക്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ പരീക്ഷ. ഓ പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ, സത്യം സത്യം വെളിപ്പാടായിട്ട് സത്യം വെളിപ്പെട്ടു വരും. ആ സത്യം നമ്മളെ സ്വതന്ത്രനാകട്ടെ.
മന്ദുനി ദൽദിനി അന്തേ. മനമേ ചഞ്ചലമെന്തിനാ, ഓ മനമേ ചഞ്ചലമെന്തിനാ, കരുതാൻ വല്ലഭനില്ലയോ ജയവീരനാ. മനമേ ചഞ്ചലമെന്തിനാ, കരുതാൻ വല്ലഭനില്ലയോ ജയവീരനാ. മനമേ ചഞ്ചലമെന്തിനാ, നാളെയെ നിനച്ചു നടുങ്ങേണ്ട, ദുഃഖവേളകൾ വരുമെന്നു കലങ്ങേണ്ട. നാളെയെ നിനച്ചു നടുങ്ങേണ്ട, ദുഃഖവേളകൾ വരുമെന്നു കലങ്ങേണ്ട. കാലമെല്ലാമുള്ള മനുവേലൻ കരുതാതെ കൈവിടുമോ. കാലമെല്ലാമുള്ള മനുവേലൻ കരുതാതെ കൈവിടുമോ. മനമേ ചഞ്ചലമെന്തിനാൽ, കരുതാൻ അവനിലയോ ജയവീരനാ. മനമേ ചഞ്ചലമെന്തിനാൽ, വാനിലെ പറവകൾ പുലരുന്നു, നന്നായി വയലിലെ താമരകൾ വളരുന്നു. വാനിലെ പറവകൾ പുലരുന്നു, നന്നായി വയലിലെ താമരകൾ വളരുന്നു. മാനവനായകൻ നമുക്കേതും നൽകാതെ മറന്നിടുമോ. മാനവനായകൻ നമുക്കേതും നൽകാതെ മറന്നിടുമോ. മനമേ ചഞ്ചലമെന്തിനാൽ, കരുതാൻ വല്ലഭനില്ലയോ ജയവീരനാ. മനമേ ഓ കൈവിടുകില്ലവൻ ഒരു നാളും എന്നു വാക്കു പറഞ്ഞവൻ മാറിടുമോ. കൈവിടുകില്ലവൻ ഒരു നാളും എന്നു വാക്കു പറഞ്ഞവൻ മാറിടുമോ. വാനവും ഭൂമിയും പോയാലും വാഗ്ദത്തം സുസ്ഥിരമാ. വാനവും ഭൂമിയും പോയാലും വാഗ്ദത്തം സുസ്ഥിരമാ. മനമേ ചഞ്ചലമെന്തിനാൽ, കരുതാൻ വല്ലഭൻ ഇല്ലയോ ജയവീരനാ. മനമേ ചഞ്ചലം, കരുതാൻ വല്ലഭൻ, ഓ കരുതാൻ വല്ലഭനില്ലയോ ജയവീരനാ. മനമേ ചഞ്ചലം, ഓ വാനിലെ പറവകൾ പുലരുന്നു, നന്നായി വയലിലെ താമരകൾ വളരുന്നു. വാനിലെ പറവകൾ പുലരുന്നു, നന്നായി വയലിലെ താമരകൾ വളരുന്നു. വാനവനായകൻ നമുക്കേതും നൽകാതെ മറന്നിടുമോ. വാനവനായകൻ നമുക്കേതും നൽകാതെ മറന്നിടും ഒരിക്കലുമില്ല. മനമേ ചഞ്ചലമെന്തിനാൽ, കരുതാൻ വല്ലഭനില്ലയോ. ഓ മനമേ ചഞ്ചലമെന്തിനാ, ഓ കരുതാൻ വല്ലഭനില്ലയോ. മനമേ ചഞ്ചലം, ഒറ്റക്കൂടെ കരുതാൻ വല്ലഭനില്ലയോ. പറഞ്ഞാട്ടെ പറഞ്ഞാട്ടെ, ധൈര്യപ്പെട്ടാട്ടെ. ഓ മനമേ ചഞ്ചലം, നാളെയെ നിനച്ചു നടുങ്ങേണ്ട. നാളെയെ നിനച്ചു നടുങ്ങേണ്ട, ദുഃഖവേളകൾ വരുമെന്നു കലങ്ങേണ്ട. നാളെയെ നിനച്ചു നടുങ്ങേണ്ട, ദുഃഖവേളകൾ വരുമെന്നു കലങ്ങേണ്ട. കാലമെല്ലാമുള്ള മനുവേലൻ മറന്നിടുമോ. കാലമെല്ലാമുള്ള മനുവേലൻ കരുതാതെ കൈവിടുമോ. മനമേ ചഞ്ചലമെന്തിനാൽ, കരുതാൻ വല്ലഭനില്ലയോ ജയവീരനാ. മനമേ ചഞ്ചലം, ഓ കരുതാൻ വല്ലഭനില്ലയോ. മന്തുനി മന്തുനി മന്തുനി
മന്ദരി മൽദുനിയാ മനമേ. ഓ കൈവിടുകില്ലവൻ ഒരു നാളും എന്നു വാക്കു പറഞ്ഞവൻ മാറിടുമോ? കൈവിടുകില്ലവൻ ഒരു നാളും എന്നു വാക്കു പറഞ്ഞവൻ മാറിടുമോ? വാനവും ഭൂമിയും പോയാലും വാഗ്ദത്തം സുസ്ഥിരമാ. വാനവും ഭൂമിയും പോയാലും വാഗ്ദത്തം സുസ്ഥിരമാ. മനമേ ചഞ്ചലമേന്തിനാൻ കരുതാൻ വല്ലഭനില്ലയോ ജയവീരനാഥനി മോന്തനി മന്ദേ മന്ദുനി 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 ഓ കരുതാൻ. ഓ ഹല്ലേലൂയ തിനി മന്ദേ റബ്ബനി മന്ദുനി 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 മന്ദുനി. പരീക്ഷ എന്റെ ദൈവം, പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി. ഓ പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഓ എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. പരീക്ഷ എന്റെ ദൈവം, പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. ഓ എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറി. വിശ്വാസത്തോടെ കൂടെ എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഓ എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. നാഥനേ എന്തിനെന്ന് ചോദിക്കില്ല, അങ്ങ് ലോകത്തെ ജയിച്ചു. അങ്ങയുടെ ജയം എന്റെ ജയം. സർവ നന്മകൾക്കായി നന്ദി അപ്പാ. ഞങ്ങൾക്ക് വേണ്ടി നീ കാണിക്കുന്ന കരുതലിനായി, സുരക്ഷിതത്വത്തിനായി, വാഗ്ദത്തങ്ങൾക്കായി നന്ദി അപ്പ. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെന്നേശുവേ. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെന്നേശുവേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ. കൊതിയേറുന്നേ അരികിൽ വരാൻ, തിരുപാദത്തിൽ കിടന്നിടുവാൻ. കൊതിയേറുന്നേ എല്ലാം മറന്നപ്പ അരികിൽ വരാൻ, കിടന്നിടുവാൻ. നാഥന്റെ മാർവല്ലേ ചൂടെനിക്ക്,
താതന്റെ കൈയല്ലേ തണലെനിക്ക്, താതന്റെ മാർവല്ലേ ചൂടെനിക്ക്, താതന്റെ കൈയല്ലേ തണലെനിക്ക്, താതന്റെ മാർവല്ലേ, താതന്റെ മാർവല്ലേ ചൂടെനിക്ക്. എൻ്റെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം അപ്പ നിന്റെ സാന്നിധ്യം, നിൻ സാന്നിധ്യം മതി ഞങ്ങൾക്ക്, നിൻ കൃപകൾ മതി ഞങ്ങൾക്ക്, നിൻ പൊന്മുഖം കണ്ടിടുമ്പോൾ എൻ ദുഃഖമെല്ലാം മാറിപ്പോകും, നിൻ സാന്നിധ്യം മതി ഞങ്ങൾക്ക്, നിൻ കൃപകൾ അത് മതിയപ്പ. റമമഖിബിനിയോന്തി നിൻ പൊന്മുഖം കണ്ടിടുമ്പോൾ എൻ ദുഃഖമെല്ലാം മാറിപ്പോകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Thank you, Jesus. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് നമ്മുടെ അപ്പൻ നമ്മുടെ നടുവിലുണ്ട് എന്നുള്ള ഉറപ്പോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവസന്നിധിയിൽ നമുക്ക് ആരാധന അർപ്പിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് സന്ധ്യാസമയവും ദൈവത്തിൻ്റെ പാദപീഠത്തിനടുത്ത് ദൈവത്തിൻ്റെ വചനത്തെ ഉൾക്കൊള്ളുവാൻ, ദൈവത്തിൻ്റെ ശബ്ദത്തെ ഒന്ന് കേൾക്കുവാൻ, നമ്മുടെ അപ്പൻ്റെ ഹൃദയത്തെ ഒന്ന് തിരിച്ചറിയുവാനുള്ള ഈ അവസരത്തെ നമുക്ക് ഉപയോഗിക്കാം. ഇന്ന് സന്ധ്യാസമയം നമ്മളോടൊപ്പം വചനത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ കൈമാറുവാൻ ഈ സഭയുടെ സീനിയർ പാസ്റ്റർ, എൻ്റെ ആത്മീയ പിതാവ് പാസ്റ്റർ സന്തോഷ് വർഗീസിനെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നിൻ സാന്നിധ്യം മതി ഞങ്ങൾക്ക്, നിൻ കൃപകൾ മതി ഞങ്ങൾക്ക്, നിൻ പൊന്മുഖം കണ്ടിടുമ്പോൾ എൻ ദുഃഖമെല്ലാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം. In the name of our Lord and Savior Jesus Christ, we greet you all once again. ഈ മാർച്ച് മാസത്തിൻ്റെ അവസാന വെള്ളിയാഴ്ച നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നൽകിയ അവസരത്തിനായി സ്തോത്രം. I thank God for this opportunity to come together and worship Him on this last Friday of this month of March. ഈ മാർച്ച് മാസം ദൈവം എത്ര അത്ഭുതകരമായി നമ്മളെ നടത്തി. Lord led us in a miraculous way in this month of March. മാർച്ച് ദൈവത്തിൻ്റെ കരുതലുകൾ നമുക്ക് വേണ്ടി തുറന്ന മാസമാണ്. This month was a month where God opened up His provisions for us. കർത്താവ് നമ്മളോട് തുടർമാനമായി സംസാരിച്ചു കൊണ്ടിരുന്ന മാസം. This was a month where God constantly kept speaking to us. കർത്താവിൻ്റെ മഹത്വം നമ്മൾ കാണാൻ തുടങ്ങിയ മാസം. The month where we started seeing the glory of God. ഇനിയുള്ള മാസങ്ങളിൽ വലിയത് പ്രതീക്ഷിക്കുക. And in the coming months expect great things. ഓരോ മാസം കഴിയുന്തോറും ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ആഴം കൂടാൻ പോവാ. For in every month the depth of the work of God is going to increase. ഓരോ മാസം കഴിയുന്തോറും ദൈവത്തിന്റെ മഹത്വം വർദ്ധിക്കാൻ പോകും. In every month we will witness the glory of God in a greater dimension. കർത്താവിൽ നിന്ന് വലിയത് പ്രതീക്ഷിക്കുക. Expect great things from God. കർത്താവിന് വേണ്ടി വലിയത് ചെയ്യാൻ തയ്യാറാകുക. And be ready to do great things for God. നിനക്ക് കഴിവില്ലെന്ന് പറഞ്ഞ് നീ ഒതുങ്ങല്ലേ. Do not stay under the roof saying that you cannot do anything. നമ്മുടെ ആദ്യത്തെ ആഴ്ചത്തെ
മെസ്സേജ് തന്നെ നമ്മളിൽ പോസിബിലിറ്റീസ് ഉണ്ടെന്നായിരുന്നു. The first message that we heard in the first service is that there is possibilities inside of you. ദൈവം നമ്മളിൽ സാധ്യതകൾ വെച്ചിട്ടുണ്ട്. God has stored possibilities inside of us. അതുകൊണ്ട് വലിയ കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യാൻ തയ്യാറാകും. So be prepared to attempt great things for God. ഇന്ന് വൈകിട്ടത്തെ ആരാധനയിലേക്ക് ഞങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തു. For today's evening service, we welcome you all. GRH കുടുംബത്തിന്റെ അംഗമാകാൻ ദൈവം നിങ്ങളെ സഹായിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank God that God is enabling you to be a part of GRH family. നമുക്ക് ഒരുമിച്ച് കുടുംബമായി കർത്താവിന്റെ സ്നേഹത്തെ അനുഭവിക്കാം. Let us experience the love of God together as a family. നമുക്ക് ഒരുമിച്ച് കുടുംബമായി കർത്താവിന്റെ മഹത്വത്തെ അനുഭവിക്കാം. And as a family, let us together enjoy the glory of God. നമുക്ക് ഒരുമിച്ച് കുടുംബമായി കർത്താവിന് വേണ്ടി നിൽക്കാം. Let us all stand together for the Lord as a family. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. May the Lord bless you all. ഇന്ന് വളരെ വ്യത്യസ്തമായ നിലയിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. Today evening, Holy Spirit is ready to speak to us in a very unique way. അതുകൊണ്ട് ഒരു മിനിറ്റ് എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. So for a minute, can we just close our eyes എന്നിട്ട് പ്രാർത്ഥിച്ചാട്ടെ. and can we just pray to the Lord? കർത്താവേ, Our Lord, ഈ മാർച്ച് മാസം ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത വലിയ കാര്യങ്ങൾക്കായി സ്തോത്രം. we thank you for the great things that you did for us in this month of March. ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നീ നൽകി. Lord, you provided us everything. ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നൽകി. Everything that was needed for our life and holiness, you provided us, O Lord. മാർച്ച് മാസം സമാധാനത്തിന്റെ മാസമായി ഞങ്ങൾക്ക് തന്നു. We thank you for this month that you gave us and for the peace that you gave us in this month. ലോകത്തിന്റെ ഒരു വെല്ലുവിളിയും ഞങ്ങളുടെ കുടുംബത്തിനകത്ത് പ്രവേശിക്കാതെ ഞങ്ങളെ കുടുംബമായി സൂക്ഷിച്ച നിന്റെ സ്നേഹത്തിന് നന്ദി. We thank you for your love that guarded us all from every other powers that was trying to conquer us, O Lord. മാർച്ച് മാസത്തിന്റെ ഓരോ വെള്ളിയാഴ്ചയും ഞങ്ങളോട് സംസാരിച്ച നിന്റെ ശബ്ദത്തിനായി സ്തോത്രം. We thank you for the voice of God that came into our life in this month of March on every Friday. കർത്താവിന്റെ മഹത്വത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. We thank you for your glory that manifested for us. കർത്താവ് ഞങ്ങളെ ഉപയോഗിക്കണമേ. Lord, use us, Father. കർത്താവ് ഞങ്ങളെ കരങ്ങളിൽ എടുക്കണമേ. Father, hold us, uphold us in your hands. അപ്പച്ചനെ വെളിപ്പെടുത്താൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. Help us to manifest you, Father. ദൈവരാജ്യം ഞങ്ങളിലൂടെ തെളിയിക്കപ്പെടണമേ. Let the kingdom of God be established through us. കർത്താവ് അത് ചെയ്യുന്നതിനാൽ We സ്തോത്രം. thank you for you are doing it through us, O Father. ദൈവത്തിന്റെ മഹത്വത്തിനായി ഏൽപ്പിക്കുന്നു. We surrender ourselves for the glory of God. പ്രാർത്ഥന കേട്ടതിന് നന്ദി. Thank you for hearing our prayer. ഇന്നും ഞങ്ങളോട് ഇടപെടും. Today also you will speak ഇന്നും to ഞങ്ങളെ us. സൗഖ്യമാക്കും. Today also you will heal ഇന്നും us. ഞങ്ങളുടെ ബന്ധനങ്ങളെ അഴിക്കും. Today also you will set us free. ഇന്നും സ്വർഗീയ സന്തോഷം ഞങ്ങൾക്ക് തരും. Today also we will experience divine ഇന്നും joy. അങ്ങയുടെ വിടുതൽ ഞങ്ങൾ We അനുഭവിക്കും. will experience your deliverance today. മഹത്വം അങ്ങേക്ക്. Glory to you, Father. പ്രാർത്ഥന കേട്ടതിന് നന്ദി. Thank you for hearing our prayer. യേശുവിൻ നാമത്തിൽ തന്നെ. In Jesus Christ's name we pray. ആമേൻ. Amen. ആമേൻ. Amen. ഒരിക്കൽ കൂടെ Once again, എല്ലാവരെയും ഞങ്ങൾ ഇന്നത്തെ സർവീസിലേക്ക് സ്വാഗതം ചെയ്യും. we welcome you all to our today's evening service. നമുക്ക് വിവിധ ഇടങ്ങളിൽ ഇരുന്ന് ഇങ്ങനെ ഈ മാധ്യമത്തിലൂടെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം തരുന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Even though we are in different places, through this medium, God has enabled us to come together and enjoy His presence. നമ്മളോട് ഈ മാർച്ച് മാസത്തിൽ ദൈവം വ്യത്യസ്തമായ ഒരു കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. In this month of March, God was speaking a very unique word to us. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരുന്നത്? Why? What is the reason behind the sufferings in our life? കഷ്ടത എവിടുന്നൊക്കെ വരും? And from which areas can we face ഈ suffering? കഷ്ടതയ്ക്ക് നമ്മളിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും? And what can these sufferings do in our life? ഈ കഷ്ടതയിൽ നമ്മൾക്കുള്ള ഉത്തരം എവിടെ നിന്ന്? And from where will we receive our answer for these sufferings? നമ്മൾ ഈ അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ ഉത്തരം എവിടെയാ? And the sufferings and the problems that we are going through, where is the answer to all this? ആ മറുപടി എവിടെ നിന്ന് വെളിപ്പെട്ട് വരും? And from where will our answer be manifested? നമ്മൾ ഈ ചോദ്യങ്ങളിൽ നമ്മൾ ഉത്തരമായി മാറുന്നത് എങ്ങനെ? And in these questions, how are we becoming the answer to it? ഇതൊക്കെയാ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. All these things is what we learned in this month. അതിന്റെ അവസാന ഭാഗത്തേക്ക് വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And to the end part of it, I would like to share it with you today. ഞാൻ ചോദിക്കട്ടെ, May I ask you one question? നമ്മൾ പലരും ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്.
we often ask this question to the Lord. ഞാൻ കോമൺലി കേട്ടിട്ടുള്ള ഒരു This is a question that many people, I have heard many people asking it. ദൈവത്തെ സേവിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ വെല്ലുവിളി ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയതിന് ശേഷമാണ്. So they say that even before we could know the Lord and after we have started knowing Him, we are facing more problems now. കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ വെല്ലുവിളി. The more we pray, the more challenges we face. ദൈവത്തെ കൂടുതൽ അടുത്തറിയുമ്പോൾ കൂടുതൽ വെല്ലുവിളി. The more we experience His nearness, the more powers of darkness start attacking us. ഇത് പലപ്പോഴും പലരും പറയുന്ന വാക്കാണ്. So these are the words that many just say it. പലപ്പോഴും നമ്മളെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. And this thing has made us think a lot. എന്താ അതിന്റെ കാരണം? What is the reason behind this question? ദൈവത്തെ അടുത്തറിയുമ്പോൾ പ്രശ്നം കൂടുതലുണ്ടാവും. So when you experience God more nearly, do we have the problems increasing in our life? ദൈവത്തോട് കൂടുതൽ ചേർന്ന് നടക്കുമ്പോൾ നമുക്ക് പ്രശ്നം കൂടുമോ? When we walk closely with God, so will the problems keep increasing? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രശ്നം വർദ്ധിക്കുമോ? As we pray, will our problems also increase? അപ്പോൾ അതിനെന്തെങ്കിലും ഒരു രഹസ്യം കാണുമല്ലോ. So there will be a secret behind everything. ദൈവം എന്നാ പ്രോബ്ലം ഉണ്ടാക്കുന്ന ആളാണ്. Is our God is a God who is a problem maker? ദൈവം എന്നാ പ്രശ്നക്കാരനാണ്. Is He the one who makes problems in our life? ദൈവത്തിന്റെ പേര് പരിഹാരകൻ എന്നാണ്. So the name of our Lord is the one who provides solution. ദൈവം എല്ലാത്തിന്റെ ഉത്തരമാണ്. Our God is the answer to everything. ദൈവം എല്ലാത്തിനും നമ്മുടെ ആശ്വാസകനാണ്. Our God is a comfort in everything. നമ്മൾ അനുഭവിക്കേണ്ടത് മുഴുവൻ ഏറ്റെടുത്ത ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. We worship a God who took everything onto His flesh or body so that we could live comfortably. നമ്മൾ ചുമക്കേണ്ട മരണം പോലും ഏറ്റെടുത്ത ഒരു കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നത്. We serve a Lord who took our death into His own life. നമ്മൾ ചുമക്കേണ്ട പാപവും അതിന്റെ അനന്തരഫലങ്ങളും നമ്മൾക്ക് തരാതെ അത് ഏറ്റെടുത്ത് കാൽവറിക്കേറിയ ഒരു യേശുവിനെ നമ്മൾ ആരാധിക്കുന്നു. And we worship a Jesus who took our sin and its consequences onto the Calvary, and through Him we have experienced freedom. അപ്പൊ അവൻ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തിട്ട് And He took our sins, പാപത്തിന്റെ മുഴുവൻ പരിണിത ഫലവും പാപത്തിന്റെ മുഴുവൻ കോൺസിക്വൻസസും തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത ഒരു യേശുവിനെ നമ്മൾ ആരാധിക്കുന്നു. So our Jesus took our sins and also the consequences of our sins into His own body, and that is the Jesus whom we worship. അതുകൊണ്ടാണ് യേശു ശാപമായത്. That is why Jesus became a curse. യേശു അതുകൊണ്ട് വേദന അനുഭവിച്ചത്. That is why Jesus had to suffer pain. യേശു അതുകൊണ്ട് മുൾക്കിരീടം വെച്ചത്. That is why Jesus had to suffer the pain of the thorns. യേശു അതുകൊണ്ട് കയ്യിൽ ആണിയടിയേറ്റ്. That is why Jesus had to suffer the pain of those nails. യേശു ക്രൂശിക്കേറിയത് അതുകൊണ്ടാണ്. That is why Jesus was crucified. യേശു അതുകൊണ്ട് മരണം അനുഭവിച്ചത്. That is why Jesus experienced death. എന്നിട്ട് നമുക്ക് എന്ത് തന്നു? And what did He give us? പാപത്തിന്റെ ഒരു വിധ എഫക്റ്റ് നമുക്ക് തന്നില്ല. And we did not experience any consequence or effect of our sins. പകരം അവന്റെ നീതി നമ്മൾ അനുഭവിച്ചു. But we experienced His justification. അവന്റെ വിശുദ്ധി നമ്മൾ അനുഭവിച്ചു. We experienced His holiness. അവന്റെ തേജസ് നമ്മൾ അനുഭവിച്ചു. And we experienced His glory. അവന്റെ കൃപ നമ്മൾ അനുഭവിച്ചു. We experienced His grace. അവൻ കൈമാറിയ സ്വർഗീയമായത് മുഴുവനും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. And we are experiencing everything that He has imparted into us from heaven. ഉയരത്തിലുള്ളത് മുഴുവനും നമ്മുടെ സ്വന്തമാക്കി തന്നു. And everything above heaven He gave it as our own. സ്വർഗത്തിൽ കയറി നമുക്ക് പ്രാപിക്കാൻ കഴിയാത്തതെല്ലാം സ്വർഗത്തിൽ നിന്ന് ഇവിടെ കൊണ്ട് ദൈവം തന്നു. Whatever we could not experience by going to heaven, from heaven He brought it down to us and gave it to us. സ്വർഗവുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത നമ്മളെ സ്വർഗവുമായിട്ട് അവൻ നിരപ്പിച്ചു. We were the people who had no possibility of having a relationship with the heaven, but through Christ we have that relationship with heaven. ഇപ്പൊ നമ്മൾ ഭൂമിയിലായിരിക്കുന്നെങ്കിലും Right now, even though we are dwelling in this earth, ശരീരം കൊണ്ട് നമ്മൾ ഭൂമിയിലാണെങ്കിലും
with our body we are dwelling on this earth, ആത്മാവിൽ നമ്മളെ സ്വർഗത്തിൽ ഇരുത്തിയ ദൈവമാണ് നമ്മുടെ ദൈവം. but our God is a God who has placed us in heavenly places in spirit. അപ്പൊ ആത്മാവിൽ ഏത് സമയത്തും സ്വർഗത്തിൽ കയറി പോകാനുള്ള ഭാഗ്യം ലഭിച്ചവരാ നമ്മൾ. So we are the ones who have the privilege of having the access to heaven through the spirit. അതുകൊണ്ടാണ് പൗലോസ് കയറിപ്പോയത്. That is how Paul could have access to the അതുകൊണ്ടാണ് heaven. യോഹന്നാൻ കയറിപ്പോയത്. That is how John could access the heaven. അതുകൊണ്ടാണ് പലരും വെളിപ്പാടിൽ കയറിപ്പോകുന്നത്. That is how many through revelation could access the thing of the heaven. അതുകൊണ്ടാണ് പലരും പരിശുദ്ധാത്മ സഹായത്താൽ സ്വർഗീയ ദർശനങ്ങൾ കാണുന്നത്. That is why with the help of the Holy Spirit many can see heavenly visions. അതുകൊണ്ടാണ് സ്വർഗത്തിലെ പല അധികാരവും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നത്. That is how we could operate in the heavenly authority. നമ്മൾ ഭൂമിയിലാണെങ്കിലും Even though we are in this world, അസാധാരണ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് we can do extraordinary things in our life. സ്വർഗത്തിൽ നിന്ന് പലതും നമ്മുടെ സ്വന്തമായതുകൊണ്ടാണ്. It is because many things from heaven was given to us as our own. അതൊന്നും നമുക്ക് പ്രാപിപ്പാൻ യോഗ്യതയില്ല. We are not worthy to receive the heavenly things. സ്വർഗവുമായിട്ട് ഒരു രീതിയിലും കണക്ട് ചെയ്യാൻ ബന്ധമില്ലായിരുന്നു. We had no worthiness to have a relationship with heaven. ഇതെല്ലാം ക്രിസ്തുവിലൂടെ നമുക്ക് സാധ്യമായി. But through Christ it was all made possible for us. ഇതെല്ലാം അനുഭവിക്കുന്ന നമ്മളാ ചോദിക്കുന്നത്. And we who are experiencing all these heavenly things, കർത്താവേ പ്രാർത്ഥിക്കുമ്പോൾ ഇത്തരം പ്രശ്നം. we ask, Lord, why do I face problems even when I am praying? ഞാൻ നിന്റെ കൂടെ ഏറ്റവും കൂടുതൽ അടുത്തപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് ഈ പ്രോബ്ലം? Lord, even when I am coming near to you, why am I facing so much problems? അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. So may I ask you a question? അപ്പോൾ പ്രോബ്ലം മേക്കർ ഈ ബൈബിൾ പറയുന്ന ആരാന്നറിയോ? ഈ പ്രശ്നക്കാരൻ ആരാണെന്നറിയോ? So according to the Bible, who is the problem maker? നമ്മളെ കഷ്ടത്തിലാക്കാൻ, To make us suffer നമ്മളെ പ്രശ്നത്തിലാക്കാൻ, and to bring up problems in our life, നമ്മളെ ട്രിബുലേഷനിൽ കൊണ്ടുവരാൻ, and to lead us into tribulation, സഫറിങ്ങിലല്ല, not into suffering, ട്രിബുലേഷനിൽ കൊണ്ടുവരാൻ, and to lead us into tribulation, നമ്മളെ ഒരു ട്രബിളിൽ കൊണ്ടുവരാൻ, and to lead us into troubles, നമ്മളെ ഒരു നാശത്തിലേക്ക് കൊണ്ടുപോകാൻ, and to lead us into destruction, നമ്മളെ ഒരു തകർച്ചയിലേക്ക് കൊണ്ടുപോകാൻ and to lead us into brokenness. ആഗ്രഹിക്കുന്ന ഒരേ ഒരുവനേ ഉള്ളൂ. There is only one person who desires for it. അവൻ ആരാന്നറിയോ? Who is that person? ഏദനിൽ നിന്ന് പുറത്താക്കപ്പെട്ടവൻ, The one who was kicked out of the Garden of Eden, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവൻ, the one who was kicked out of heaven, ദൈവസന്നിധിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവൻ. the one who was kept out or kicked out from the presence of അവന്റെ God, പേരാ സാത്താൻ. and his name is Satan. ദൈവത്തിന്റെ കൂടെ ഇരുന്നവൻ, The one who was with the Lord, ദൈവത്തിന്റെ കൂടെ പ്രത്യേക ബന്ധമുണ്ടായിരുന്നവൻ, the one who had a unique relationship with God, ദൈവരാജ്യത്തിന്റെ സന്തോഷങ്ങൾ കണ്ടുകൊണ്ടിരുന്നവൻ, the one who was witnessing the joy of the kingdom of God, സ്വർഗരാജ്യത്തിന്റെ മഹിമ കണ്ടുകൊണ്ടിരുന്നവൻ. the one who was witnessing the glory of the kingdom of God. ഇതെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ And when he had lost all of these privileges, അവനൊരു പ്രശ്നക്കാരനായി. then he became a problem maker. എന്തുകൊണ്ട് അവൻ പ്രശ്നക്കാരനായെന്നറിയോ? Why did he become a problem maker? അവൻ നോക്കുമ്പോ When he looks out to അവൻ us, ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു. everything that he possessed, he has lost it. ഒരു സാധ്യതയും ഇല്ലാത്ത നിനക്കത് ലഭിക്കാൻ തുടങ്ങി. And you who had no worthiness to carry it, you started receiving it. ദൈവരാജ്യം നീ അനുഭവിക്കുന്നു, You started experiencing kingdom of God. സ്വർഗത്തിലെ സന്തോഷം അനുഭവിക്കുന്നു. You have started experiencing the heavenly joy. പിശാച് നോക്കിയപ്പോ When Satan looks to you, ഇതെല്ലാം സ്വർഗത്തിൽ നടന്നുകൊണ്ടിരുന്ന കാര്യമാണ്. these things are the things that was happening in heaven. സ്വർഗത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം ഇപ്പൊ നിന്റെ മുമ്പിൽ നടക്കും. Everything that was happening in heaven is now happening in front of you. സ്വർഗത്തിലുള്ളത് മുഴുവൻ നിന്റെ അടുക്കലെത്തി. And everything from heaven has come to your life. അതുകൊണ്ടല്ലേ യേശു കർത്താവ് പറഞ്ഞത് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. That is why Jesus said that the kingdom of God is in midst of you. ദൈവരാജ്യത്തിന്റെ മുഴുവൻ ക്വാളിറ്റി നിന്നിലൂടെ വെളിപ്പെടാൻ തുടങ്ങി. And the quality of the kingdom of God started manifesting through our സമാധാനം നിന്നിലൂടെ വെളിപ്പെടാൻ തുടങ്ങി. Peace started manifesting through your സന്തോഷം life. നിന്നിൽ വെളിപ്പെടാൻ Joy തുടങ്ങി. started manifesting through your life. സന്തോഷത്തിന്റെ പൂർണ്ണത നിന്നിൽ വെളിപ്പെടാൻ The തുടങ്ങി. fullness of joy started manifesting through your life. ദൈവരാജ്യത്തിന്റെ അധികാരം നിന്നിൽ വെളിപ്പെടാൻ തുടങ്ങി. Authority of the kingdom of God started manifesting through ദൈവരാജ്യത്തിന്റെ your life. മഹത്വം നിന്നിൽ വെളിപ്പെടാൻ തുടങ്ങി. Glory of the kingdom of God started manifesting through your life. ഇതൊക്കെ ഒരിക്കൽ ഇവൻ അനുഭവിച്ചതാ. All these things was once experienced by Satan, ഇപ്പൊ അവൻ അത് നഷ്ടമായി. and now he has lost that experience. ഇത് നീ അനുഭവിക്കുന്നത് കണ്ടപ്പോൾ And when he sees
are experiencing അവനത് it, സഹിക്കാൻ കഴിയുന്നില്ല. it is not bearable for him. പണ്ട് അത് അവന്റെ സ്വന്തമായിരുന്നു. Earlier it was his own, ഇന്ന് അവൻ അതിന് അന്യനായി. and now he has become a stranger to it. പണ്ട് നമ്മൾ അതിന് അന്യരായിരുന്നു. Earlier we were stranger to heavenly ഇന്ന് നമ്മൾ experiences. അതിന്റെ അവകാശികളായി. Now we have become inheritors of the ഇതാണ് heavenly പിശാചിന് സഹിക്കാൻ പറ്റാത്തത്. experience. This is what Satan cannot bear. ഞാൻ ചില ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു. I would like to mention some examples to you. മർക്കോസിന്റെ സുവിശേഷം Gospel of Mark, 4-ാം അധ്യായം chapter 4. 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ When we read from verses 35 to 41, വളരെ രസകരമായ ഒരു കാര്യം കാണാം. there is a very joyful thing that we can see there. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം തന്നെ തുടങ്ങുന്നത് So the chapter 4 of Mark, it begins with യേശു കർത്താവ് തന്റെ ജനത്തോട് സംസാരിക്കുക. Jesus is speaking to the crowd. ശിഷ്യന്മാരോട് സംസാരിക്കുന്നു, He is speaking to his disciples. ജനത്തോട് സംസാരിക്കുന്നു. He is speaking to the crowd. എന്തോ അത് നമ്മൾ പഠിച്ചാൽ And when we study that, അത് ദൈവരാജ്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. Jesus was talking about the kingdom of God. അപ്പൊ രണ്ട് സ്റ്റൈലിലാണ് സംസാരിക്കുന്നത്. So Jesus is speaking two styles. ദൈവരാജ്യത്തെ കുറിച്ച് ശിഷ്യന്മാരോട് തുറന്ന് സംസാരിക്കുന്നു. So to disciples, when Jesus speaks about the kingdom of God, he speaks openly. പക്ഷെ പബ്ലിക്കിനോട് ഉപമകളിലൂടെ സംസാരിക്കുന്നു. But to the crowd, Jesus speaks through parables. അപ്പൊ അതിന്റെ അർത്ഥം It means എല്ലാവരും ദൈവരാജ്യം മനസ്സിലാക്കണം. everyone has to understand kingdom of God. ദൈവരാജ്യത്തിന്റെ വലിയൊരു വിവരണം ദൈവം നടത്തിയിട്ട് So Jesus explains the kingdom of God, ഈ പുരുഷാരത്തിനോടൊപ്പം and along with the crowd, യേശു കർത്താവ് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു. Jesus Christ is now desiring to do a journey with them. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? Are you able to understand? ഇപ്പൊ ദൈവരാജ്യം ജനത്തെ പഠിപ്പിച്ചങ്ങ് പോവല്ല ദൈവം ചെയ്യുന്നത്. So Jesus didn't just teach them about the kingdom of God and just go his own way, ദൈവരാജ്യം പഠിപ്പിച്ച അവരുടെ കൂടെ സഞ്ചരിക്കാൻ but ആഗ്രഹിക്കുന്നു. he taught them about the kingdom of God and also started having a journey with them. അതിന്റെ അർത്ഥം ആ ദൈവരാജ്യം ഇവർക്ക് തെളിയിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. It means Jesus wanted to prove the glory of the kingdom of God to them. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്ന ഈ ദൈവരാജ്യം നമ്മളിലൂടെ വെളിപ്പെടണമെന്ന്. It means God desires that this kingdom of God would manifest through our life. ഇത് വെറും ഒരു രാജ്യം മാത്രമല്ല, This is not just a kingdom. ഇതൊരു എക്സ്പീരിയൻസും കൂടാ. This kingdom of God is an experience. ഇത് തെളിയിക്കപ്പെടുന്ന ഒരു സംവിധാനമാണ്. This is a system that has to be established with much proof and evidence. അപ്പം സ്വർഗീയ രാജ്യം നിന്നിലൂടെ തെളിയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. So a God who desires to prove and to manifest the kingdom of God through you. അപ്പൊ യേശു കർത്താവ് പോലും ഈ ഭൂമിയിലോട്ട് വന്നത് എന്തിനാ? So why did Jesus come onto this earth? അവന്റെ രാജ്യം നമ്മളിലൂടെ പുറത്തു വരണം. So that the kingdom of God would manifest through our life. അതുകൊണ്ടാണ് യേശു പ്രാർത്ഥന പഠിപ്പിക്കാൻ പറയുമ്പോൾ പറയുന്നത്, That is why when Jesus was teaching about prayer, he said so. നിന്റെ രാജ്യം വരണമേ എന്ന് നീ പ്രാർത്ഥിക്കണം. You should pray that let thy kingdom come. അതിന്റെ അർത്ഥം It means നീ ചോദിച്ചാൽ, if you ask, നീ പ്രാർത്ഥിച്ചാൽ, if you pray, ദൈവം നിന്നിലൂടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് ദൈവരാജ്യം. God desires to manifest the kingdom of God through you. അപ്പൊ യേശു കർത്താവ് ദൈവരാജ്യത്തെ ജനത്തിന് പഠിപ്പിച്ചു. Jesus Christ was teaching about the kingdom of God to the crowd. പഠിപ്പിച്ചതിന് ശേഷം യേശു കർത്താവ് ആ പഠിപ്പിച്ച ജനത്തിന് കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നു. And after teaching the crowd about the kingdom of God, Jesus is desiring to walk with them. നിങ്ങൾ നോക്കിക്കേ, Can you just look യേശു there? കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന് Jesus Christ came to this earth നമുക്ക് വേണ്ടി മരിച്ചു, and he died for us, എന്നിട്ട് നമുക്ക് വേണ്ടി അടക്കപ്പെട്ടു, and he was buried for us. നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു, He resurrected for us, എന്നിട്ട് യേശു സ്വർഗാരോഹണം ചെയ്തു. and then Jesus ascended, സ്വർഗത്തിൽ പോയി അങ്ങ് ഇരിക്കുകയല്ല, and he just didn't go and sit in heaven, നമ്മളുടെ കൂടെ പിന്നെ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. and then he again
wishes to spend time with us. നമ്മുടെ ഉള്ളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. He is desiring to dwell with us. നമ്മളുടെ കൂടെ സഞ്ചരിക്കാൻ He ആഗ്രഹിക്കുന്നു. desires to walk with us. അപ്പൊ അതിന്റെ അർത്ഥം It means, നിന്നിൽ ദൈവരാജ്യം കൈമാറിയിട്ടുണ്ടോ? so if the kingdom of God is imparted onto you, നിന്നിൽ ദൈവരാജ്യം വസിക്കുന്നുണ്ടോ? if the kingdom of God is dwelling in you, ദൈവരാജ്യത്തിന്റെ ക്വാളിറ്റി നിന്നിലുണ്ടോ? if you possess the quality of the kingdom നിന്റെ of കൂടെ God, നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. then there is a God who is desiring to walk with you. ഉൽപ്പത്തി മുതൽ നമ്മളുടെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം, From Genesis, we see a God who wants to walk with us. നമ്മുടെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. A God who desires to dwell with us. അതുകൊണ്ടല്ലേ അവിടെ ദൈവം പോയി ഭവനം ഒരുക്കി അവിടെ കൊണ്ട് നമ്മളെ കൂടെ പാർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. That is why our God desires that He would go to heaven, He would prepare a place for us and then make us dwell inside us. ഈ വേദപുസ്തകം എന്നെ കൂടുതൽ ഇഷ്ടപ്പെടുത്തതിന്റെ കാരണം എന്താണെന്നറിയോ? So why am I so much fascinated by this word of God? എന്നെ പിരിഞ്ഞ് നിൽക്കാൻ കഴിയാത്ത ഒരു ദൈവത്തെ ഈ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. This Bible teaches about a God who never wants to stay away from me. ഞാനില്ലാതെ ദൈവത്തിന് പറ്റത്തില്ല. Without me, God doesn't want to move ahead. എന്റെ കൂടെ വസിക്കണം, He wants to dwell with എന്റെ കൂടെ നടക്കണം, me. He wants to walk. എന്റെ കൂടെ ടൈം സ്പെൻഡ് He ചെയ്യണം. wants to spend time with me. ഞാൻ വേണം എന്റെ ദൈവത്തിന്. For my God, I am a necessity. അത്രയ്ക്ക് നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം. That is how deeply He loves us. അതുകൊണ്ടാണ് അഗാപ്പെ എന്ന് പറയുന്ന ആ പ്രധാനപ്പെട്ട സ്നേഹത്തെ ഈ ബൈബിൾ വെളിപ്പെടുത്തുന്നത്. That is why the ultimate love that is mentioned in this word, that is the agape love. അപ്പൊ നിങ്ങളിത് മനസ്സിലാക്കിക്കേ, So you have to understand this. ദൈവരാജ്യത്തെ കൈമാറിയിട്ട് കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം. A God who imparted the kingdom of God into us and who wishes to walk with us. യേശു ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തടിച്ച് എന്താ പറഞ്ഞത്? So when Jesus chose the disciples, what did He say to them? എന്നോടുകൂടെ ഇരിപ്പാൻ, To be with me എന്നോടുകൂടെ വസിപ്പാൻ, and to dwell with me എന്നോടുകൂടെ ആയിരിപ്പാൻ. and to be with me. അപ്പൊ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും It means 24 hours 365 ദിവസവും and 365 days. പിരിയാത്തൊരു ബന്ധം. A relationship where you are not going away from me. അതാണ് ശിഷ്യൻ. That is a disciple of God. യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്തപ്പോഴെന്താ പറഞ്ഞത്? And when Jesus ascended, what did He say? നീ സകലരെയും ശിഷ്യരാക്കിക്കൊള്ളാൻ. You should make disciples of everyone. വിശ്വാസികളെ ഉണ്ടാക്കാനല്ലേ പറഞ്ഞത്? Not to create believers, കുറച്ച് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കാനല്ല പറഞ്ഞത്. not to create some fans association, ഒരു പ്രസ്ഥാനം ഉണ്ടാക്കാനല്ല പറഞ്ഞത്. not to create a denomination, ശിഷ്യന്മാരെ but make disciples. എന്ന് പറഞ്ഞാൽ What does it mean? യേശുക്രിസ്തുവിന് പിരിയാൻ പറ്റാത്ത, So from the ones whom Jesus cannot be separated, എപ്പോഴും കൂടെ ഇരിക്കുന്ന, and always being with them, എപ്പോഴും കൂടെ വസിക്കുന്ന, and always dwelling with them, എപ്പോഴും കൂടെ നടക്കുന്ന and always walking with them. ശിഷ്യന്മാരെ ഉണ്ടാക്കാൻ അദ്ദേഹം പറഞ്ഞു. And God asks you to make such disciples. അതുകൊണ്ടാണ് ദൈവം നമ്മളോട് പറഞ്ഞത് ഈ കൂട്ടത്തിന് കുടുംബം എന്ന് പേരിടാൻ, ഹൗസ് എന്ന് പേരിടാൻ പറഞ്ഞത്. That is why God asked us to name our fellowship as a family, as a house. എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് വസിക്കുക, It means dwelling together, ഒരുമിച്ച് സഞ്ചരിക്കുക, journeying together, എപ്പോഴും ഒരുമിച്ചായിരിക്കുക, and being together always, എപ്പോഴും യൂണിറ്റി and ഉള്ളവരായിരിക്കും. being united always. ഇതാണ് കർത്താവിന്റെ ആഗ്രഹം. That is what God desires. ഇതാ ശിഷ്യന്മാരിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. That is what God desired through the disciples. അപ്പൊ ദൈവരാജ്യത്തിനകത്ത് ശിഷ്യന്മാരേ ഉള്ളൂ. And in the kingdom of God there are only disciples. പബ്ലിക്കിനോട് ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞില്ല, God never spoke to the crowd about the kingdom of ശിഷ്യന്മാരോടാ God. പറഞ്ഞത്. To the disciples He said, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. the kingdom of God is in midst of അപ്പൊ you. ദൈവരാജ്യത്തിനകത്ത് ശിഷ്യന്മാരേ ഉള്ളൂ. It means that in the kingdom of God there are only disciples, ഫോളോവേഴ്സ് അല്ല ഉള്ളത്, not followers. ഫാൻസ് അല്ല ഉള്ളത്. No fans are there in the kingdom of God. ദൈവരാജ്യത്തിനകത്ത് ശിഷ്യന്മാരേ ഉള്ളൂ. There are only disciples in the kingdom of God.
അപ്പൊ നിന്റെ ലെവൽ നീ മനസ്സിലാക്കണം. So you have to understand your level. നീ ചോദിച്ചില്ലേ എന്തുകൊണ്ടാണ് നിനക്ക് പ്രോബ്ലം എന്ന്? You kept asking, why am I facing this ഞാൻ problem? പ്രാർത്ഥിക്കുമ്പോ എന്താ ഇത്ര പ്രോബ്ലം? When I am praying, why do I face such ഞാൻ problems? കൂടുതൽ ആരാധിച്ചാൽ എന്താ എനിക്ക് പ്രോബ്ലം? When I worship more, why am I facing problems? എന്തുകൊണ്ടാ എനിക്ക് ഇത്ര വെല്ലുവിളി? Why am I facing so much challenges? നീ മനസ്സിലാക്കുക, You have to understand this. നീ വെറും ഒരു ഫാൻസ് അല്ല, You are not one among the fans of Jesus. നീ വെറും ഒരു ഫോളോവർ അല്ല, You are not just a follower of Jesus, നീ മറിച്ച ഒരു ശിഷ്യനാ. but you are a disciple. യേശുക്രിസ്തുവിനെ പിരിയാത്ത ഒരു ശിഷ്യൻ, A disciple who never stays away from the Lord. യേശുവിന് പിരിയാൻ പറ്റാത്ത ഒരു ശിഷ്യൻ. And a disciple from whom God never wants to stay away. ഇത് പിശാചിന് സഹിക്കാൻ പറ്റത്തില്ല. And this is what Satan cannot bear. അതിന്റെ തെളിവാ ഞാൻ ഈ പറഞ്ഞ വാക്യം. And the words that I spoke to you from is the evidence to this. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യം മുതൽ 34-ാം വാക്യം വരെ ദൈവരാജ്യത്തെ കുറിച്ച് അവർക്ക് വിവരിച്ചു കൊടുക്കുന്നു. And Mark chapter 4 verses 1 to 34, God is explaining and describing about the kingdom of God to them. അതിനകത്തെ വിശ്വാസം, And the faith involved in it, അതിനകത്തുള്ളവരുടെ വിശ്വാസത്തിന്റെ വലിപ്പം, and the greatness of the faith, the ones who have this, അതിനകത്തുള്ളവരുടെ സിസ്റ്റം, and the system that they operate in, ദൈവരാജ്യത്തിന്റെ ക്വാളിറ്റി, and the quality of the kingdom of God, ദൈവരാജ്യത്തിന്റെ വ്യത്യാസം, and the uniqueness of the kingdom of ഇതെല്ലാം God. ദൈവം പറഞ്ഞു. Everything God യേശു explained them. ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. Jesus explained them everything. എന്നിട്ട് ഈ പുരുഷാരത്തോട് പറഞ്ഞു നമുക്ക് ആ കരയ്ക്ക് പോകാം. And then to this crowd he said that let us go to the other shore. അപ്പൊ ക്രൗഡിനോടൊപ്പം യേശു പോവാ. And along with the crowd, Jesus is ഏത് traveling. ക്രൗഡിനോടൊപ്പം? And with which crowd? ദൈവരാജ്യത്തെ കുറിച്ച് ഗ്രഹിച്ച ക്രൗഡിനോടൊപ്പം. The crowd who could understand the depth of the kingdom of God. അങ്ങനെയെങ്കിൽ ഞാൻ ഒരു ദൂതി സന്ധ്യാസമയത്ത് നിങ്ങളോട് So പറയാം. today evening I would say this prophetically to you. ദൈവരാജ്യത്തിന്റെ വെളിപ്പാട് നിന്റെ അകത്തുണ്ടോ? If you have the revelation of the kingdom of God, ദൈവരാജ്യത്തെ കുറിച്ചുള്ള ഗ്രാഹ്യം നിന്റെ അകത്തുണ്ടോ? if you have the understanding about the kingdom of God, നിന്റെ കൂടെ ചലിക്കുന്ന ഒരു യേശു ഉണ്ട്. there is a Jesus who operates along with you. എത്ര പേർക്ക് മനസ്സിലാവുന്നു? How many of you can understand this? ദൈവരാജ്യം എന്ന് പറയുന്ന വെളിപ്പാട് നിന്റെ അകത്തില്ലെങ്കിൽ, If you do not have the revelation of the kingdom of നിന്റെ God, കൂടെ ചലിക്കുന്ന കർത്താവിനെ നിനക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. you will never experience a God who works along with you. പുരുഷാരത്തോട് ദൈവരാജ്യം പറഞ്ഞു, To the crowd he spoke about the kingdom of God. ഉപമകളിലൂടെ പറഞ്ഞു. He spoke through parables. അവർക്ക് വേണ്ട പോലെ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. And they couldn't grasp the depth of it. എന്നാൽ ആഴത്തിൽ ദൈവരാജ്യത്തെ കുറിച്ച് ശിഷ്യന്മാരോട് പറഞ്ഞു. But God spoke to the disciples in the depth of the kingdom of God. നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചാൽ If you carefully see that, എല്ലാവരോടും പറയും നമുക്ക് അക്കരയ്ക്ക് പോകാം. Jesus said to everyone, let us go to the other ഈ shore. പുരുഷാരത്തിന്റെ കൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു യേശു. Jesus who desires to travel along with this crowd. കാരണം എന്താ? ഇവരുടെ അകത്ത് ഇപ്പം ദൈവരാജ്യത്തിന്റെ മർമ്മം കിടപ്പുണ്ട്. Because the mystery of the kingdom of God is inside. ദൈവരാജ്യത്തിന്റെ ശബ്ദം ഇവരുടെ അകത്തുണ്ട്. The voice of the kingdom of God is inside. അതുകൊണ്ട് of them. ഇവരുടെ കൂടെ പോകാൻ ആഗ്രഹിക്കും. And that is why Jesus wants to travel with them. അതിന്റെ 36-ാം വാക്യം വായിക്കുമ്പോൾ When you read the 36th verse, അവിടെ ഇങ്ങനെ എഴുതിയ അവർ പുരുഷാരത്തെ വിട്ടു, താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റു ചെറുപടകളും കൂടെ ഉണ്ടായിരുന്നു. So they took Jesus in the boat and started out, leaving the crowds behind, although other boats followed. അപ്പം ദൈവരാജ്യത്തെ ഗ്രഹിക്കാത്ത ഒരു പുരുഷാരത്തെ അവൻ വിട്ടു. So Jesus left behind a crowd who couldn't understand the depth of the kingdom of God. ദൈവരാജ്യത്തെ ഗ്രഹിക്കാത്ത, അതിനെക്കുറിച്ച് ചെവി കൊടുക്കാത്ത, അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത പുരുഷാരത്തെ അവൻ വിട്ടു. So Jesus left behind the crowd who could not understand the kingdom of God, who were not paying attention to the greatness of the kingdom of God that Jesus was sharing about. പകരം ദൈവരാജ്യത്തെ മനസ്സിലാക്കിയ ശിഷ്യന്മാരുടെ പടകിൽ അവൻ കയറി. But Jesus went along with the disciples who could understand the depth of the kingdom of God. അപ്പൊ നിങ്ങൾ ചിന്തിച്ചേ, So you have to think, ദൈവരാജ്യത്തെ ഗ്രഹിക്കാൻ, മനസ്സിലാക്കാൻ, അതിനെ സ്വീകരിക്കാൻ
തയ്യാറായ ഗണത്തിന്റെ പേരാ ശിഷ്യന്മാർ. So disciples are a group who wanted to accept the kingdom of God in its greatness and in its depth. അപ്പൊ ശിഷ്യന്മാരും യേശുവും കൂടുള്ള ഒരു യാത്ര. So there is a journey where Jesus and disciples are traveling together. നിങ്ങൾ അടുത്ത വാക്യം വായിക്കുമ്പോൾ, So when you read the next verse, 37 വാക്യത്തിൽ, the verse 37, അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, soon a fierce storm came up. പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. High waves were breaking into the boat and it began to fill with water. എന്റെ ചോദ്യം, My question, യേശു ഉള്ള പടകിലല്ലേ ഈ പ്രോബ്ലം? so this is a problem in the boat where Jesus is present. യേശു കേറിയപ്പോഴല്ലേ ഈ പ്രോബ്ലം? So when Jesus got into that boat, that is when this problem ദൈവരാജ്യത്തെ came up. ഇവര് മനസ്സിലാക്കിയപ്പോഴല്ലേ ഈ പ്രോബ്ലം? So this problem came up when they understood the kingdom of God. അതിനെക്കുറിച്ച് അറിവില്ലാഞ്ഞപ്പോ ഇവർക്ക് പ്രോബ്ലം ഇല്ല. When they couldn't understand the kingdom of God, they never faced such problems. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? What does it mean? പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു വെളിപ്പാട് നിന്റെ അകത്ത് വന്നു കഴിഞ്ഞിട്ടാ പ്രോബ്ലം വരുന്നത്. So the solution or the revelation of solving of your problem, when it comes inside of you, that is when actually a problem arises. അപ്പൊ നീ ഫേസ് ചെയ്യുന്ന പ്രോബ്ലങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വെളിപ്പാടാണ് ദൈവരാജ്യം. So the revelation of the kingdom of God is the one that will help you solve the problems of your life. Amen. അപ്പൊ ഒന്ന് ചിന്തിച്ചേ, So just think about it. നിനക്ക് എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലം വന്നേ? Why did you face this problem? ഈ പ്രോബ്ലത്തെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സ്വർഗീയ കൈമാറ്റം നിന്റെ അകത്ത് നടന്നിട്ടുണ്ട്. So there is a heavenly impartation that has happened in you which will enable you to handle this problem. ഒരു ദൈവരാജ്യം നിന്നിൽ വന്നിട്ടുണ്ട്. So a kingdom of God has entered into your life. അതിന്റെ നായകത്വം വഹിക്കുന്നവൻ നിന്നിലുണ്ട്. And the one who is Lord over this is inside of you. അതുകൊണ്ടാണ് ഈ പ്രോബ്ലം വന്നത്. That is why you face this problem. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നു? How many of you can understand this word? നോക്കിവിടെ, Just look into this word. യേശു പടകിലുണ്ട്. Jesus is in the boat, ഇവരുടെ ഉള്ളിൽ ദൈവരാജ്യത്തിന്റെ മർമ്മം കിടപ്പുണ്ട്. and inside of them the mystery of the kingdom of God is there. ഇപ്പൊ ഇവര് പുരുഷാരത്തിൽ നിന്ന് വ്യത്യസ്തരായി. Now they are different from the crowd. നീ ഇപ്പൊ ലോകത്തിലുള്ള ഒരു വ്യക്തികളിൽ ഒരാളല്ല. Now you are not one among the people of this world. നിന്നെ പുരുഷാരത്തിൽ നിന്ന് മാറ്റിയത്. You were separated from the crowd. നീ ഒരു തെരഞ്ഞെടുക്കപ്പെട്ടവനായി. You are an elected one. നീ ഒരു ശിഷ്യനായി. You have become a disciple. നീ ദൈവത്തിന്റെ കൂടെ നടക്കുന്നവനായി. You have become the one who walks with നീ the Lord. ദൈവത്തിന്റെ കൂടെ വസിക്കുന്നവനായി. You have become the one who dwells with നീ the Lord. യേശുക്രിസ്തുവിന്റെ ഇന്നർ സർക്കിളിലായി. You have entered into the inner circle of Jesus. അതുകൊണ്ട് That is why നിനക്ക് നേരെ പ്രോബ്ലം ആഞ്ഞടിച്ചേ. That is why the problems you faced, that is the reason why you face such problems. ഈ പടകിൽ യേശു കയറി. In this boat Jesus ഇപ്പൊ entered, ദൈവരാജ്യം അകത്തുണ്ട്. and they have the kingdom of God നീ ഇപ്പൊ inside of them. ശിഷ്യൻ എന്ന് പറയുന്ന ലിസ്റ്റിലായി. Now you are included in the list of the ഇപ്പൊ disciples, പടകിൽ ചുഴലിക്കാറ്റ്. and now in the boat you face those storm. നിങ്ങൾ അവിടെ നോക്കിക്കേ. Just look into that verse. 38 വാക്യത്തിൽ In verse 38, എന്നെ രസകരമായി ചിന്തിപ്പിച്ച ഒരു കാര്യം എഴുതി. there is a funny thing that made me think. അവിടെ അമരത്ത് തലേണ വെച്ച് യേശു ഉറങ്ങുവാണെന്ന്. It says that back of the boat with his head on a cushion, Jesus was sleeping. അപ്പൊ ദൈവം റെസ്റ്റ് ചെയ്യുക. It means God was taking rest. അപ്പൊ ഈ പ്രോബ്ലത്തെ എന്താ യേശു അറിയുന്നില്ലേ? So was Jesus unaware of this problem? അതോ ഈ പ്രോബ്ലം കൈകാര്യം ചെയ്യാൻ പറ്റുന്നവർ ആ പടകിൽ ഉള്ളത് കൊണ്ടാണോ യേശു പോയി ഉറങ്ങിയത്? Or is it because Jesus was taking rest that Jesus knew that there are people who can handle this problem? ഇപ്പൊ യേശുവിന്റെ കൂടെ ഉള്ളവർക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ യേശു ഉറങ്ങത്തില്ല. Jesus wouldn't have slept if he knew that these people cannot handle this problem. ഈ വിഷയത്തെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രഹസ്യമാണ് 4-ാം അധ്യായത്തിൽ ദൈവം ഇവരോട് പ്രസംഗിച്ചത്. So Jesus spoke to them about the mystery that will help them to handle this problem. കാൽവറിയിൽ കൂടെ
നിനക്ക് ദൈവം കൈമാറിയത് നീ ഫേസ് ചെയ്യുന്ന സകല പ്രോബ്ലങ്ങളെയും കൈകാര്യം ചെയ്യാനുള്ള റെവലേഷനാ. Through the Calvary, Jesus imparted into you a revelation that will help you to handle every problems of your life. നീ മുറിവേറ്റവനെ അല്ല റിസീവ് ചെയ്ത്. You have not received the one who was bruised. നീ അടിക്കാൻ നിന്നുകൊടുത്തവനെ അല്ല റിസീവ് ചെയ്ത്. You haven't received the Jesus who stayed calm when he was beaten up. നിന്ദിക്കപ്പെട്ടോണ്ടിരിക്കുന്ന ഒരുവനെ അല്ല നീ റിസീവ് ചെയ്ത്. You didn't receive a Jesus who was rejected. മരണത്തിനകത്ത് ഒതുങ്ങിപ്പോയവനെ അല്ല നീ റിസീവ് ചെയ്ത്. You haven't received a Jesus who was conquered by death. നീ ഉയർത്തെഴുന്നേറ്റവനെ റിസീവ് ചെയ്ത്. You received the resurrected Lord. 33.5 വയസ്സിൽ സഹിച്ച് തകർന്ന് തകർക്കപ്പെട്ട് കാൽവറിയിൽ അവസാനിച്ച ഒരുവനെ അല്ല നീ സ്വീകരിച്ചേക്കുന്നത്. You haven't received a Jesus who for 33.5 years was broken, was rejected and was being crucified on the cross. ഈ 33.5 വയസ്സ് നിന്നെ അവൻ ചുമക്കുമായിരുന്നു. This 33.5 year he was carrying you. 33.5 വയസ്സ് ജീവിച്ച യേശുവിനെ അല്ല നീ ചുമന്ന്. You are not carrying the Jesus who lived for 33.5 year. 33.5 year 33.5 വർഷം നിന്നെ അവൻ ചുമക്കുമായിരുന്നു. But 33.5 years of his age he was carrying you. നീ ചുമന്നത് മരണത്തെ ജയിച്ചവനെയാ. And whom you are carrying is the one who conquered death. നീ ഇപ്പോഴും ചുമക്കുന്നത് ആ സ്വർഗത്തിൽ ഇരിക്കുന്നവനെയാ. And you are carrying the one who is seated in heaven. നീ ഇപ്പോൾ ചുമക്കുന്നത് പിശാചിന്റെ തലയെ തകർത്തവനെയാ. And you are carrying the Jesus who put the head of Satan under his feet. അതുകൊണ്ട് അവൻ മിണ്ടാതിരിക്കുന്നത്. That is why he is silent. കാരണം നീ ഫേസ് ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളെയും ജയിച്ചു പുറത്തു വരാനുള്ള വെളിപ്പാട് നിന്റെ അകത്തുണ്ട്. Because he has imparted the revelation inside of you that can help you to face every problem and come out of it. ആമേൻ. എത്ര പേർക്ക് മനസ്സിലാകും? How many of you are receiving this word? പറഞ്ഞ ദൂത് നിങ്ങൾ ഗ്രഹിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. I believe that you are receiving and understanding this. ഈ മാർച്ച് അവസാനിക്കുന്നതിന് മുമ്പ് Before this March ends, നിങ്ങൾ പുറത്തു വന്നേ പറ്റൂ. you have to come out. നിങ്ങളുടെ അകത്ത് ആ വെളിപ്പാടുണ്ട്. This revelation is inside of you. നിങ്ങളുടെ അകത്ത് ആ ദൈവരാജ്യമുണ്ട്. This kingdom of God is inside of you. നിങ്ങളുടെ അകത്ത് ആ ദൈവ മഹത്വമുണ്ട്. This glory of God is inside of you. ദൈവത്തിന്റെ പദ്ധതി നിങ്ങളുടെ അകത്തുണ്ട്. The plan of God is inside of you. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, That is why Jesus ഞാൻ said, ചെയ്തതിലും വലുത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. you will do greater things than I did. നിങ്ങൾ ഇവിടെ നോക്കിക്കേ. Just look into this. യേശു എന്താ ഉറങ്ങുന്നേ? Why is Jesus sleeping? ഞാൻ ചോദിക്കുന്നത്, യേശുവേ നീ എന്താ ഇങ്ങനെ ഉറങ്ങുന്നേ? So I asked Jesus, why are you sleeping? ഒരു പ്രോബ്ലത്തിലേക്കല്ലേ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. You are going through a problem. അതിന് അവര് തന്നെ എഴുന്നേറ്റ് ചോദിക്കുന്നുണ്ട്. The disciples are themselves asking there, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിന് നിനക്ക് വിചാരമില്ലേ? Teacher, don't you care that we are going to drown? അപ്പൊ അതിന്റെ അർത്ഥം ഇവര് നശിച്ചു പോകുന്നതിൽ ഒരു പ്രോബ്ലം ഇല്ലാത്ത ഒരു യേശു ആണോ അത്? So are they serving a Jesus who is not caring about them being drowned? അതുകൊണ്ടാണ് യേശു ഉറങ്ങി. Was that the reason that Jesus was sleeping? അല്ല. No. യേശു അതുകൊണ്ട് അവിടെ ചോദിക്കുന്നുണ്ട്. That is why Jesus asked 40-ാം വാക്യത്തിൽ in verse 40, പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? then he asked them, why are you afraid? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ? Do you still have no faith? അപ്പൊ അതിന്റെ അർത്ഥം It means ദൈവരാജ്യത്തിനകത്തെ വിശ്വാസത്തെ കുറിച്ച് പഠിപ്പിച്ചവനാ യേശു. Jesus taught them about the faith that operates inside the kingdom of അപ്പൊ God. അതിന്റെ അർത്ഥം ദൈവരാജ്യത്തിനകത്തുനിന്ന് ഇവരെ പഠിപ്പിച്ച വിശ്വാസത്തിന് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു. So the faith that is in the kingdom of God that Jesus taught them about was able to make them face this problem. അതുകൊണ്ടല്ലേ യേശു പറഞ്ഞേ, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. That is why Jesus said, the one who believes can do these miracles. മറ്റുള്ളവരും വിശ്വസിക്കുന്നവരാ ഈ മല നീങ്ങി കടലിൽ ചാടിക്കളയാൻ കഴിയും. And in other place Jesus says that by faith
the people, by faith, these mountains can be removed. അപ്പൊ ദൈവരാജ്യത്തിന്റെ വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ യേശു പറയുന്നത് വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. So when God speaks about the faith in the kingdom of God, Jesus say that you will see the glory. ഇവിടെ യേശു ചോദിക്കുന്നത് എന്താ? And here Jesus is ഞാൻ asking, ഈ കൈമാറിയ ദൈവരാജ്യത്തിന്റെ വിശ്വാസം നിങ്ങൾക്കില്ലേ? so the kingdom of God, the faith of the kingdom of God that I have imparted into you, is it not there? അപ്പൊ അതിന്റെ അർത്ഥം ഇന്ന് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഇതാ. So even today, this is the same question that God നിങ്ങൾ wants to പറഞ്ഞു ask you. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്റെ പ്രോബ്ലം കൂടി. You said that while praying, my problems increased. ഞാൻ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ പ്രശ്നം വർദ്ധിച്ചു. As I worship the Lord, my problems kept increasing. ഓരോ ദിവസം കഴിയുന്നതോറും എന്റെ വെല്ലുവിളി കൂടുകയാണ്. Every day, my challenges are increasing. എന്റെ കുടുംബത്തിൽ ആർക്കുമില്ലാത്ത വെല്ലുവിളിയാണ് എനിക്ക്. I am facing challenges that no one else in my family is facing. യേശുവിനെ തിരിച്ച് നിന്നോട് ചോദിക്കാനുള്ള ചോദ്യം, Jesus wants to ask you in return, ഞാൻ നിനക്ക് കൈമാറിയ അഭിഷേകത്തിൽ, the anointing that I have imparted ഞാൻ in you, നിനക്ക് കൈമാറിയ രക്ഷയിൽ, the salvation that I have imparted ഞാൻ into നിനക്ക് you, കൈമാറിയ നിത്യതയിൽ, the eternity that I have imparted ഞാൻ to you, നിനക്ക് കൈമാറിയ അഭിഷേകത്തിൽ, the anointing that I have imparted ഞാൻ into you, നിനക്ക് കൈമാറിയ ദൈവകൃപയിൽ and the grace that I have imparted ഒരു into you. വിശ്വാസമുണ്ട്. There is a faith ഈ in it, പ്രോബ്ലത്തെ പുറത്തു കളയാനുള്ള വിശ്വാസം, and the faith that will help you to solve this ഈ problem, വെല്ലുവിളി അതിജീവിക്കാനുള്ള ഒരു അഭിഷേകം. the anointing that will help you to face this challenge. നീ എന്താ അത് ഉപയോഗിക്കാത്ത? Why are you not using it? ഇപ്പോഴും നീ എന്താ അത് ഓപ്പറേറ്റ് ചെയ്യാത്ത? Even today, why are you not operating it? അതുകൊണ്ടാണ് യേശു ഇറങ്ങി. That is why Jesus was sleeping. കാരണം ഇതിനകത്തുനിന്ന് പുറത്തു വരാനുള്ള രഹസ്യം ഇവരുടെ അകത്തുണ്ട്. Because for them to come out of this problem, there is already a mystery placed inside of them. അതുകൊണ്ടാണ് വേദവസം പറഞ്ഞേ, ക്രിസ്തു നിങ്ങളെ സ്വാതന്ത്ര്യത്തിനായിട്ട് സ്വതന്ത്രരാക്കി. That is why in the Bible it says that for freedom Christ has set you free. അപ്പൊ അതിന്റെ അർത്ഥം, It means നിന്നെ സ്വതന്ത്രനാക്കിയെങ്കിൽ if God has set you free, നീ സ്വതന്ത്രനാ. it means you are indeed free. പിന്നെ നീ ഒരു അടിമനുഖത്തിൽ പോകത്തില്ല. Then you will not go again into slavery. അപ്പൊ എല്ലാ കാലത്തെ ഒരു സ്വാതന്ത്ര്യം നിനക്ക് വേണ്ടി ദൈവം കൈമാറി. So in every age, for you to live, God has given you a freedom. നീ പിന്നെ എന്താ നിന്ന് ഈ പ്രോബ്ലം എന്ന് പറയുന്നത്? Then why are you saying that this is a problem? അപ്പൊ ഇവിടുന്ന് മനസ്സിലാക്കുക, So here you have to understand. യേശു കർത്താവ് ചോദിക്കുക, Jesus is asking. യേശു ഉറങ്ങുക. Jesus is sleeping. 39 വാക്യത്തിൽ യേശു എഴുന്നേറ്റു. In 39th verse, Jesus stood up. ഇവർ തകർന്നത് യേശു കണ്ടിട്ട് എഴുന്നേറ്റു. So Jesus saw that they were destroyed and Jesus stood up. കാറ്റിനെ ശാസിച്ചു, He rebuked the wind കടലിനോട് അനങ്ങാതിരിക്കാൻ പറഞ്ഞു. and he said to the waves, "Be still." അപ്പൊ കാറ്റമർന്നു, Suddenly the wind stopped. വലിയ ശാന്തത ഉണ്ടായി. There was a great calm. അവിടെ എഴുതിയിരിക്കുന്ന ശിഷ്യന്മാർ 41 വാക്യത്തിൽ വളരെ ഭയപ്പെട്ടു. In verse 41 it says that the disciples were absolutely terrified. കാറ്റും കടലും കൂടി ഇവനെ അനുസരിക്കുന്നല്ലോ, ഇവൻ ആരെന്ന് തമ്മിൽ പറഞ്ഞു. Who is this man? They asked each other. Even the wind and waves obey him. അപ്പൊ എന്റെ ചോദ്യം, So my question, യേശു നിന്റെ കൂടെ ഉണ്ടായിട്ട്, even when Jesus was with നീ you, പ്രാർത്ഥിച്ചിട്ട്, even when you prayed, നീ ആരാധിച്ചിട്ട്, even when you worship, നീ ദൈവത്തോട് കൂടുതൽ അടുക്കാൻ ശ്രമിച്ചു, even when you tried to draw closer to the Lord, എന്തുകൊണ്ടാണ് നിനക്ക് ഈ വെല്ലുവിളി വന്നത്? why did you face this problem? നീ അവനെ മനസ്സിലാക്കിയില്ല. It is because you couldn't understand him. ശിഷ്യന്മാരത് ചോദിക്കുന്നു, ഇവൻ ആരാ? That is why disciples asked, "Who is this man?" യേശുവിനെ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെ ദൈവരാജ്യം അറിയുന്നു? If you cannot understand Jesus, then how can you understand the kingdom of God? യേശുവിനെ അറിഞ്ഞില്ലെങ്കിൽ ദൈവരാജ്യം അറിയത്തില്ല. If you cannot understand Jesus Christ, you cannot understand kingdom of God. ദൈവരാജ്യത്തെ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെ നിന്നിൽ നിന്ന് ദൈവശക്തി പുറപ്പെടുന്നു? If you cannot understand the kingdom of God, how will the power of God manifest through you? നിന്നിൽ നിന്ന് ദൈവരാജ്യം പുറപ്പെട്ടെങ്കിലേ ദൈവത്തിന്റെ സിസ്റ്റം ഓപ്പറേറ്റ് ആവും. Only if the kingdom of God manifests through you, then only the system of God will operate through you. യേശുവിനെ അറിയാതെ എങ്ങനെ ദൈവരാജ്യം നിന്നിൽ നിന്ന് ഓപ്പറേറ്റ് ആവും? If you cannot understand Jesus, how will the kingdom of God operate through you? ഇതാണ് സുവിശേഷങ്ങളിൽ പരീശന്മാർക്ക് പറ്റിപ്പോയത്. This is the drawback that the Pharisees faced in the Gospels. യേശുവിനെ അറിയാഞ്ഞതുകൊണ്ട്, Just because they couldn't understand Jesus, യേശുവിനെ മനസ്സിലാക്കാഞ്ഞുകൊണ്ട്, just because they couldn't conceive Jesus, ദൈവരാജ്യത്തെ ഇവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
They couldn't operate according to the kingdom of God. അത്ഭുതങ്ങളെ ഇവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. They couldn't understand the miracles of God. അതിശയങ്ങളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. They started questioning the wonders of God. വീര്യപ്രവൃത്തികളെ ചോദ്യം ചെയ്യാൻ They തുടങ്ങി. started questioning the signs and wonders of ദൈവത്തെ God. ചോദ്യം ചെയ്യാൻ They തുടങ്ങി. started questioning God. ദൈവപുത്രനെ ചോദ്യം ചെയ്യാൻ They തുടങ്ങി. started questioning the Son of God. ഇത് തന്നെ നമുക്കും പറ്റിയേ. That is what has happened with us. യേശുവിനെ ശരിക്കും മനസ്സിലാക്കാഞ്ഞോണ്ട് Just because we couldn't understand Jesus, ദൈവരാജ്യം നമുക്ക് മനസ്സിലാക്കാൻ we കഴിഞ്ഞില്ല. couldn't understand the kingdom of God. ദൈവരാജ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാഞ്ഞോണ്ട് Just because we couldn't understand the kingdom of God, നമ്മളിൽ നിന്ന് ദൈവശക്തി പുറപ്പെട്ടില്ല. the power of God couldn't be manifested through us. നമ്മളിൽ നിന്ന് പുറപ്പെടേണ്ട ദൈവശക്തിയിൽ വിടുവിക്കപ്പെടേണ്ട സബ്ജക്റ്റുകളാണ് നമ്മുടെ പ്രോബ്ലം. So the problems in our life are those subjects that has to experience deliverance through our understanding about the kingdom of God. അതുകൊണ്ടാണ് പൗലോസ് എഫേസ്യ ലേഖനത്തിൽ എഴുതിയത്. That is why Paul wrote in the letter of Ephesians, നാം ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവൻ. and through the immeasurable greatness of the power of God that is inside of us, through it it can do more than that we have ever imagined or thought about. അപ്പം നമ്മൾ ചിന്തിക്കുന്ന, നമ്മൾ വിചാരിക്കുന്ന ഈ പ്രോബ്ലങ്ങളെയെല്ലാം അതിജീവിക്കാൻ കഴിയുന്ന ഒരു ശക്തി നമ്മിൽ വ്യാപരിക്കുന്നുണ്ട്. So there is a power that is operating in us that is able to make us operate beyond our thoughts and imaginations that we have about this problem. നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലങ്ങൾ, The problems that we are facing, നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ, the challenges that we are going through, നമ്മുടെ മനസ്സ് നമ്മളെ അസ്വസ്ഥമാക്കുന്ന വിഷയങ്ങളെ, the subjects that disturb our heart, അതിജീവിക്കാൻ കഴിയുന്ന and to overcome them, ഒരു ദൈവശക്തി നമ്മിലുണ്ടെന്ന്. there is a power that helps us to overcome. ആ ദൈവശക്തിയെ ഓപ്പറേറ്റ് ചെയ്യുന്ന സിസ്റ്റം ആ ദൈവരാജ്യം. And this power of God in us is operated through the system of the kingdom of God. അപ്പൊ അങ്ങനെയെങ്കിൽ ഞാൻ യേശുവിനെ ആദ്യം അറിയണം. So if it is so, I have to understand Jesus first. യേശുവിനെ അറിഞ്ഞാൽ And when I understand Jesus, ആ ദൈവരാജ്യത്തെ എനിക്ക് മനസ്സിലാവും. I can understand the kingdom of അപ്പൊ ആ God. ദൈവരാജ്യം എന്നിൽ കൂടെ വെളിപ്പെടാൻ തുടങ്ങും. And then the kingdom of God will manifest through me. അതൊരു വലിയ സബ്ജക്റ്റ്. അത് ഞാൻ പിന്നീട് നിങ്ങളോട് It സംസാരിച്ചു. is a great large subject. I will talk to you അപ്പൊ later about അപ്പൊ it. എന്റെ ചോദ്യം, So my question, ഈ കാറ്റ് എന്തുവായിരുന്നു? what was this wind all about? കാറ്റ് വന്നത് എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു. We spoke about why this wind നിന്നിൽ came. ദൈവരാജ്യം ഉള്ളതുകൊണ്ട്, It is because there is the kingdom of God in you. നിന്നിൽ ഒരു കർത്തൃത്വം നടക്കുന്ന കർത്താവ് ഉള്ളതുകൊണ്ട്. Because there is a Lord who has lordship over you. പക്ഷെ ഈ കാറ്റ് എന്തായിരുന്നു? But what was this ഈ wind all about? പ്രോബ്ലം എന്തായിരുന്നു? What was this problem all about? അതറിയണമെങ്കിൽ For that to understand, നമുക്ക് മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെത്തിയാലേ പറ്റൂ. we have to read from Mark chapter 5. ഇവരക്കരെ എത്തി. And they went to the other shore. ഇവരക്കരെ എത്തിയപ്പോ When they reached the other side of ഇവര് the കാണുന്ന ആരെയാണെന്നറിയോ? they are seeing a person. ഒരു വലിയ ഭൂതഗ്രസ്തൻ, So they are seeing a person who is possessed by devil. കല്ലറകളിൽ വസിക്കുന്ന, The one who was dwelling in the tombs. വളരെ വൈകൃതമായ, So he was much disfigured. ഒരു ഭൂതഗ്രസ്തനെ അവിടെ കാണും. They are seeing a person who was possessed by an evil spirit. 6-ാം വാക്യം വായിക്കുമ്പോൾ When you read verse 6, അവിടെ ഇങ്ങനെ എഴുതിയേക്കും, it is written, അവൻ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് when Jesus was still some distance away, ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. the man saw him, ran to meet him, and bowed low before him. യേശു ഇക്കരെ എത്തി. Jesus reached the other side. യേശുവിന്റെ കൂടെ ശിഷ്യന്മാരുണ്ട്. Along with Jesus, there are disciples. ഓടി വന്നിട്ട് And running to him, ഈ ഭൂതം ബാധിച്ചവൻ യേശുവിനെ നമസ്കരിച്ചു. the person who was possessed by evil spirit, he bowed before Jesus. എന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ? Then he said, ഉറക്കെ നിലവിളിച്ചു, he screamed, യേശുവേ, Jesus, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, Son of the Most High God, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? why are you interfering with me? ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുത്. In the name of God, I beg you, don't torture me. യേശു ഇവനെ ഒന്നും ചെയ്തില്ലല്ലോ. Jesus didn't do anything to him.
പിന്നെന്താ ഇവൻ പറഞ്ഞ എന്നെ ദണ്ഡിപ്പിക്കരുതെന്ന്? So why is he saying that don't torture me? നമുക്ക് തമ്മിൽ എന്താ ഒരു പ്രോബ്ലം ഇല്ലല്ലോ. So he's saying that we both do not have any problem between us. അപ്പം എന്തോ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. So it means something has happened here. ഇവൻ ആകെപ്പാടെ ഇറിറ്റേറ്റഡ്. So he is completely irritated. ഈ പൈശാചിക മണ്ഡലം ആകെപ്പാടെ ദണ്ഡന അനുഭവിച്ചുകൊണ്ടിരിക്കും. This evil spirit is completely experiencing a torture. ഇതെപ്പോ സംഭവിച്ചു? When did this happen? അതറിയണമെങ്കിൽ If you have to understand this, 8-ാം വാക്യം വായിക്കണം. you have to read verse 8. അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. For Jesus had already said to the spirit, come out of the man, you evil spirit. എപ്പം? When? എങ്ങും നമ്മൾ കാണുന്നില്ല. We cannot see it anywhere. പക്ഷെ കർത്താവ് എവിടെ കൽപ്പിച്ചേ? But where did Jesus command this? കാറ്റിനോട് കൽപ്പിച്ചെന്ന് പറഞ്ഞപ്പോ, When it said that Jesus spoke against the wind, തിരമാലയോട് കൽപ്പിച്ചെന്ന് when പറഞ്ഞപ്പോ, it said that he spoke to the waves, സത്യത്തിൽ കാറ്റിനോടല്ല ഇവിടെ കൽപ്പിച്ചേ. there he was not speaking to the winds. തിരമാലയോടല്ല കൽപ്പിച്ചേ. He was not speaking to the waves, പകരം ഈ സ്പിരിറ്റിനോടാ കൽപ്പിച്ചേ. but he was commanding and speaking against this evil അപ്പൊ അതിന്റെ spirit. അർത്ഥം എന്തുവാ? What does it ഈ mean? കാറ്റുണ്ടാക്കിയത് ഈ സ്പിരിറ്റാ. This wind was created by this spirit. ഈ തിരമാല ഉണ്ടാക്കിയത് ഈ സ്പിരിറ്റാ. This wave was created by this evil spirit. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. So if you pay attention, you can understand. യേശു കർത്താവ് കടലിന്റെ മേളിൽ കൂടി നടന്നു വരുമ്പോ പത്രോസ് പറഞ്ഞുകൊണ്ട് ഇത് ഭൂതമാണ്. So when Jesus was walking on the water and Peter saw it, they say that this is a ghost. അപ്പൊ അതിന്റെ അർത്ഥം It means, കാറ്റിനെയും തിരമാലയും പിശാച് ഉപയോഗിക്കാറുണ്ട്. അപ്പം so there was a routine where evil spirits used to utilize or make use of winds and waves. യേശു കാറ്റിനെ ശാസിച്ചെങ്കിൽ If Jesus rebuked the wind, പിന്നെ ഒരിക്കലും കടലിൽ കാറ്റ് കാണാൻ പാടില്ല. then never will the lake experience a wind. യേശു തിരമാലയെ ശാസിച്ചെങ്കിൽ If Jesus had rebuked the wave, പിന്നെ ഒരിക്കലും തിരമാല കാണാൻ പാടില്ല. then waves will never be there in the sea. ഇപ്പോഴും കടലിൽ കാറ്റുണ്ട്. Even today there are waves in the lake. ഇപ്പോഴും കടലിൽ തിരമാലയുണ്ട്. Even today there are winds in the lake, അത് കൂടാറും കുറയാറുമുണ്ട്. and it keeps increasing and അപ്പൊ decreasing. യേശു കൽപ്പിച്ചത് ആരോടാ? So whom did Jesus rebuke? യേശു There? ശാസിച്ച ആരോടാ? Whom did Jesus rebuke? അതിന്റെ There? പുറകിലെ അശുദ്ധാത്മാവിനോട്. It was the evil spirit behind this wind and waves. അപ്പൊ ഈ അശുദ്ധാത്മാവ് So this evil spirit, ആരെ അറ്റാക്ക് ചെയ്യാനാ വന്നേ? whom was he trying to attack? യേശുവിനെ അറ്റാക്ക് ചെയ്യാനല്ല വന്നേ. It was not Jesus. പകരം ഈ ശിഷ്യന്മാരെ. It wanted to attack the disciples. എന്തുകൊണ്ട്? For what? യേശുവിലെ ദൈവരാജ്യം ഇപ്പൊ ഇവരിലായി. Because the kingdom of God that was in Jesus is now inside disciples. യേശുവിൽ വ്യാപരിക്കുന്ന ശക്തി ഇപ്പൊ ഇവരിലായി. The power that is in Jesus is now operating in this. ഇവരിപ്പോ ശിഷ്യന്മാരാ. Now they have become disciples. ഇവര് പുരുഷന്മാരല്ല. Now they are not one among the crowd. ഇവര് ഒരു ജനക്കൂട്ടമല്ല. They are not just a mere crowd. ഇവര് വേറൊരു വ്യത്യസ്തതയുള്ളവരാ. They are a different kind. ഇവര് ലോകത്തിലുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാ. Now they are different from the worldly people. ഇവരൊരു ദൈവരാജ്യമായി മാറി. They have become the kingdom of God. നാളകളിലെ പിശാചിന്റെ പേടി സ്വപ്നമായവർ. They have become the nightmares of the Satan tomorrow. For tomorrow. പിശാചിന്റെ നാളകളിൽ ഫേസ് ചെയ്യേണ്ട വെല്ലുവിളിയായവർ. They have become the challenges that the enemy has to face tomorrow. ഇത് മനസ്സിലാക്കി ഇപ്പോഴേ അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുക. And the enemy understood this, and from now itself he is trying to attack. അതുകൊണ്ടാണ് യേശു ചോദിച്ചേ, That is why Jesus നിങ്ങൾക്ക് said, ഇപ്പോഴും വിശ്വാസമില്ലേ? do you still have no faith? ദൂത് മനസ്സിലാകുന്ന ഞാൻ വിചാരിക്കും. I believe that you are understanding the word. ഒരു വലിയ കടല് പോലെ ഈ സബ്ജക്റ്റ് കിടക്കാം. This subject is so wide. നിങ്ങളോട് ദൈവം ഇടപെട്ടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I'm believing that Holy Spirit is speaking to you. നീ മനസ്സിലാക്കുക, You have to നീ understand. ഒരു സാധാരണ വ്യക്തിയാണ്. You're not an ordinary person. നിന്റെ മേൽ കിടക്കുന്ന തെരഞ്ഞെടുപ്പ് The election that is upon you, നിന്നെ ലോകത്തിൽ നിന്ന് വ്യത്യസ്തനാക്കിയതാ. it has made you different from the worldly people. നിന്റെ കുടുംബക്കാരിൽ നിന്ന് നിന്നെ വ്യത്യസ്തനാക്കിയതാ. It has made you different from the ones in your നീ family. പറഞ്ഞ അന്യഭാഷ, The tongues that you speak, നിന്റെ ആരാധന, your worship, നിന്റെ വിശ്വാസം, your faith, നിന്റെ ദൈവത്തോടുള്ള സ്നേഹം, your love for God, നീയും ദൈവവും തമ്മിലുള്ള ബന്ധം,
your relationship with നിന്നെ God. കുടുംബക്കാരിൽ നിന്ന് വ്യത്യസ്തനാക്കിയതാണ്. It has set you apart from ഈ your ലോകത്തിൽ family. നിന്ന് It വ്യത്യസ്തനാക്കിയത്. has set you apart from ഇത് this worldly പിശാചിന് people. സഹിക്കാൻ And പറ്റത്തില്ല. Satan cannot conceive or understand അവന് മനസ്സിലായി. this truth. He understood. നാളുകളിൽ നീ അവന് ഒരു പേടി സ്വപ്നമാണ്. Tomorrow you are a nightmare for him. നിന്റെ പ്രാർത്ഥന അവന് പേടിയാ. Your prayer fears him. നാളുകളിലെ നിന്റെ ആരാധന അവന് പേടിയാ. Your worship fears him. നാളുകളിൽ നിന്റെ ശബ്ദം അവന് പേടിയാ. Tomorrow your voice will make him നാളുകളിൽ നിന്റെ ചലനങ്ങൾ അവന് പേടിയാ. fear. Your actions will make him fearful. അതുകൊണ്ട് കുഞ്ഞായിരുന്നപ്പോഴേ മോശയെ തകർക്കാൻ ഇവൻ ശ്രമിച്ച. That is why enemy tried to kill Moses when he was small. അതുകൊണ്ട് യേശുവിനെ യോഹന്നാനെ ഉൾപ്പെടെയുള്ളവരെ 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ ഇവൻ കൊല്ലാൻ ശ്രമിച്ചു. That is why when enemy tried to kill John and Jesus when they were less than 2 years of age. പിശാചിന് മനസ്സിലായി. Enemy understood. ഇതിനകത്തെ പത്രോസ് കാരാഗ്രഹത്തെ ഇളക്കുന്നവനാ. The Peter in this word can shake the foundations of the prison. ഇതിനകത്തെ പത്രോസ് പൈശാചിക കോട്ടകളെ പൊളിക്കുന്നവനാ. The Peter in this boat can break the principalities. ഇതിനകത്തെ യോഹന്നാൻ പത്മോസിനെ പൊളിക്കുന്നവനാ. The John can break the Patmos. ഇതിനകത്തെ യാക്കോബ് അടിത്തറകളെ അളക്കാൻ കഴിയുന്നവനാ. And the James in this can shake the foundation. ഈ ശിഷ്യന്മാർ ഭൂലോകത്തെ കീഴ്മേൽ മറിക്കാൻ കഴിയുന്നവരാ. These disciples can turn the world upside down. നാളുകളിൽ അവന്റെ കോട്ടയ്ക്ക് ഇവർ ഒരു വലിയ ഭീഷണിയാ. They are a great threat to the kingdom of Satan. അതുകൊണ്ടാണ് ഇവർ വെല്ലുവിളിച്ചത്. That is why he threatened them. അപ്പൊ നിങ്ങൾ യേശുവിനെ ശ്രദ്ധിച്ചേ. So look at Jesus. ഈ കടലിലോട്ട് വിളിച്ചിറക്കുന്നതിന് മുമ്പ് Even before bringing them into the lake, ദൈവരാജ്യം ഇവരുടെ അകത്ത് കയറ്റി. Jesus imparted the kingdom of God inside of them. ദൈവരാജ്യത്തിന്റെ വെളിപ്പാട് ഇവരുടെ അകത്ത് കയറ്റി. And Jesus imparted the revelation of the kingdom of God into them. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കാൻ ആഗ്രഹിക്കുന്നു. I'm desiring to conclude my words. നീ മനസ്സിലാക്കണം. You have to understand this. ഇന്ന് Today, എന്തുകൊണ്ടാണ് ദൈവം ഈ ദൂത് പറയുന്നത്? why is God releasing this word upon you? നിന്റെ അകത്ത് ദൈവ സ്വർഗ്ഗ ഉയരത്തിലേത് കൈമാറാതെ നിന്നെ ഒരു വെല്ലുവിളിക്കകത്തോട്ട് കയറ്റി വിടുന്നവനല്ല എൻ്റെ ദൈവം. Our God is not a God who will let you into a problem without imparting the things of heaven into you. സ്വർഗ്ഗത്തിലെ വിശേഷപ്പെട്ടത് നിന്റെ അകത്തുണ്ട്. There are unique things of heaven imparted into you. യേശു കൈകാര്യം ചെയ്ത വിലയേറിയ ചിലത് നിന്റെ അകത്തുണ്ട്. There are some precious things that Jesus has imparted into you. യേശുവിൽ വ്യാപരിച്ച അതേ ആത്മാവിന്റെ ശക്തി നിന്നിലുണ്ട്. The power of the spirit that operated in Jesus is imparted into you. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞ് ക്രിസ്തുവിൽ വ്യാപരിച്ചത് അവന്റെ ശരീരമായ സഭയ്ക്ക് അവൻ കൊടുത്തു. That is why in letter of Ephesians it says that what operated in Jesus, it was given to the body of Christ. That is church. ലോകത്തിൽ ഇല്ലാത്തത് What was not in the world സ്വർഗ്ഗത്തിലുള്ളത് and what was in heaven, അത് നിന്നിലുണ്ട്. and that is in you. ലോകക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയാത്തത് What the worldly people cannot use യേശു ഉപയോഗിച്ചത് and what Jesus അത് used, നിന്നിലുണ്ട്. that is inside of you. ലോകം തോറ്റത് What the world failed to do യേശു ജയിച്ചത് and what Jesus അത് നിന്നിലുണ്ട്. that is inside of you. ആദം പരാജയപ്പെട്ടത് Where Adam failed യേശു തിരിച്ചു പിടിച്ചത് and what Jesus conquered again, നിന്നിലുണ്ട്. that is inside of you. അതുകൊണ്ടാണ് That is why that is why ഈ വെല്ലുവിളി നിന്നെ ആഞ്ഞടിച്ചത്. these challenges came against you. അപ്പം ഈ വെല്ലുവിളി നീ തകരാനുള്ളതല്ല. So these challenges are not to destroy you. നിന്റെ അകത്തിരിക്കുന്നത് പുറത്തു വരാനുള്ള, It is to bring out what is inside. നിന്റെ അധികാരം പുറത്തു It വരാനുള്ള, is to bring out the authority. നിന്റെ അകത്തെ ദൈവരാജ്യം പുറത്തു It is വരാനുള്ള. to bring out the kingdom of God inside. അതുകൊണ്ട് അധൈര്യപ്പെടരുത്. So do not be fearful. ഈ മാർച്ച് മാസം This അവസാന ദിവസം, in the end, last days, ഈ അവസാന വെള്ളിയാഴ്ച this last നീ Friday, ഈ ദൂതേറ്റട് if you receive this, ഈ വർഷം this year, ഞാൻ തോൽക്കല്ല ചെയ്യാൻ പോകുന്നത്. I will not be a failure. ഞാൻ കീഴടങ്ങാൻ പോവല്ല. I will not be conquered. ഞാൻ തിരിച്ചു പിടിക്കാൻ പോവാ. I am going to take back everything. ഞാൻ പിടിച്ചടക്കാൻ പോവാ. I am going to overcome everything. ലോകത്തിലില്ലാത്തത് What is not in the world, ക്രിസ്തുവിലുള്ളത് what is in Christ, എന്നിലുണ്ട്. that is inside of ലോകത്തിന് കഴിയാത്തത് what world cannot do, ദൈവരാജ്യത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്നത് and what only the kingdom of God can do, അത് എനിക്ക് കഴിയും. that is also possible അത് for me. എന്നിലുണ്ട്. That is inside of me. അതുകൊണ്ട് ഞാൻ പതറത്തില്ല. So I will not be shaken. അതുകൊണ്ട് ഞാൻ തളരത്തില്ല. So I will not be disheartened. ഭയപ്പെടുത്താൻ എന്നെ ആർക്കും കഴിയത്തില്ല. Nothing can make me fearful.
നിരാശപ്പെടുത്താൻ ആർക്കും കഴിയത്തില്ല. Nothing can discourage me. സംശയിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. Nothing can bring confusion in me. എനിക്കൊരു ദൈവമുണ്ട്. I have a God. ഞാൻ ആരെയാ വിശ്വസിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. I know whom I have believed. അവൻ എൻ്റെ ഉപനിധിയാണ്. He is the one who provides and makes me last till the end. പതറല്ലേ. Do not be disheartened. ജയിക്കാൻ തയ്യാറാകുക. Be ready to be victorious. നിന്റെ ജയമുണ്ട്. There is victory for you. നിന്റെ ജയം വാതിക്കല. Your victory is at your door. നിന്റെ ജയം നിന്റെ ഉള്ളിലുണ്ട്. Your victory is inside of you. അതൊരു പക്ഷേ നിന്റെ ശബ്ദത്തിലൂടെ അത് പുറത്തു വരും. It may be manifested through your words. അതൊരു പക്ഷേ നിന്റെ പ്രാർത്ഥനയിലൂടെ പുറത്തു It വരും. may manifest through your prayer. അതൊരു പക്ഷേ നിന്റെ ആരാധനയിലൂടെ പുറത്തു It വരും. may manifest through your worship. നിങ്ങൾ നോക്കിക്കേ. Look into it. ആരായിരുന്നു ഈ ഭൂതഗ്രസ്തൻ? Who was this man who was possessed with evil spirit? നാളകളിൽ ഇതേ ശിഷ്യന്മാരുടെ കൂടെ നിൽക്കേണ്ടവൻ. He was a person who was supposed to be one among these disciples. അവനെയാണ് പിശാച് ബന്ധിച്ചു വെച്ചേക്കുന്നത്. That is whom enemy had kept possessed. എന്തുകൊണ്ടാ പിശാച് ഇപ്പൊ അറ്റാക്ക് ചെയ്യുന്നത്? Why is enemy attacking you? പിശാച് നോക്കിയപ്പോ When he looks into you, ഇവൻ അവരോട് കൂടെ നിൽക്കും. he knows that this man will stand along with these disciples. അപ്പം ഇവർ രണ്ടുപേരുടെ മേലും കിടക്കുന്ന തെരഞ്ഞെടുപ്പ് ഒന്നാ. So the election that is on both of them is the same. അവനിപ്പോ ഭൂതഗ്രസ്തനാ. Now he is possessed by evil പക്ഷെ spirit. അവന്റെ മേൽ കിടക്കുന്ന തെരഞ്ഞെടുപ്പ് ശിഷ്യന്മാരുടെ തെരഞ്ഞെടുപ്പ് ഒന്നാ. But the election that is upon this man and upon these disciples are the same. ഇതാണ് സഹിക്കാൻ പറ്റാത്തത്. This is what the enemy നിന്റെ cannot bear. കുടുംബത്തിൽ ആരുടെയോ തെരഞ്ഞെടുപ്പോ Oh, the election that is upon some of your family നിന്റെ members തെരഞ്ഞെടുപ്പ് ഒന്നാ. and upon the election that is upon you is the same. നിന്റെ സൊസൈറ്റിയിൽ ആരുടെയോ തെരഞ്ഞെടുപ്പോ And the election that is upon one of your society member നിന്റെയും and the election that is upon you സെയിമാ. are the same. നിന്റെ തലമുറയുടെ തെരഞ്ഞെടുപ്പോ And the election upon your children നിന്റെ തെരഞ്ഞെടുപ്പ് and your election ഒരേ ആംഗിളില്ല. are in the same angle. അപ്പൊ നിങ്ങൾ കണക്ട് ആകാതിരിക്കാൻ, So that you do not get connected, നിങ്ങൾ തമ്മിൽ ഒരു ഇമ്പാർട്ടേഷൻ നടക്കാതിരിക്കാൻ, so that there happens no impartation between നിങ്ങൾ you, ഒരുമിച്ച് ദൈവരാജ്യത്തിൽ എഴുന്നേൽക്കാതിരിക്കാൻ and so that you do not unitedly stand up for the kingdom of God. പിശാച് ഒരുക്കിയ വെല്ലുവിളിയായത്. This was a challenge that നീ enemy had. തോറ്റു കൊടുക്കല്ലേ. Do not fail in this challenge. നീ കീഴടങ്ങല്ലേ. Do not subdue yourself to the ജയം challenge. നിന്റേതാ. Victory is yours. കാരണം നിന്റെ കൂടെ നടക്കുന്നവൻ ജയിച്ചവനാ. Because the one who is walking with you is victorious. നിന്നെ തെരഞ്ഞെടുത്തവൻ ജയിച്ചവനാ. The one who elected you is നിന്നെ victorious. ശിഷ്യനാക്കിയവൻ The ജയിച്ചവനാ. one who made you his disciple അവന്റെ is രാജ്യമാണ് victorious. നിന്നിൽ വെച്ചിരിക്കുന്നത്. His kingdom is placed inside. അവന്റെ രാജ്യത്തിന്റെ വെളിപ്പാടാ നിന്റെ അകത്ത്. The kingdom, the revelation of his kingdom is inside of you. നീ നിരാശപ്പെടല്ലേ. Do not be disheartened. നീ ഭയപ്പെടരുത്. Do not be afraid. ധൈര്യത്തോടിരിക്കുക. Be of good courage. നിന്റെ സൗഖ്യത്തിന്റെ വർഷമായത്. This is a year of your healing. നിന്റെ വിടുതലിന്റെ വർഷമായത്. This is a year of your deliverance. നിന്റെ സ്വാതന്ത്ര്യത്തിന്റെ വർഷമായത്. This is a year of your freedom. നിന്റെ അവകാശങ്ങളുടെ വർഷമായത്. This is a year of your inheritance. നിന്റെ ഉന്നതിയുടെ This വർഷമായത്. is a year of your elevation. നീ സകലതും തിരിച്ചു പിടിക്കുന്ന വർഷമായത്. This is a year where you will conquer back everything. ഇപ്പോൾ മുതലേ അത് പ്രാപിച്ചു തുടങ്ങുക. From now itself you start receiving it. ഇപ്പോൾ തന്നെ സ്വതന്ത്രരാകുക. From now itself be free. ഇപ്പോൾ തന്നെ സൗഖ്യമാകുക. From now be healed. ഇപ്പോൾ തന്നെ ജയം പ്രാപിച്ചു തുടങ്ങുക. Right now be victorious. എവിടെയാണെങ്കിലും Wherever you are. നീ സ്തോത്രം പറഞ്ഞത് ഏറ്റെടുത്താട്ടെ. Give thanks to the Lord and receive this. ആരാധിച്ചത് ഏറ്റെടുത്താട്ടെ. Worship him and receive ഇനിയുള്ള this കാലങ്ങൾ prophetic നിന്റെ voice. കാലങ്ങളാ. This now the time ahead is your time. ഇനിയുള്ള കാലങ്ങൾ നിന്റെ കണ്ണുനീരിന്റെ കാലങ്ങളല്ല. It is not a time or a season of tears. നിന്റെ കൊയ്ത്തിന്റെ കാലങ്ങളാ. It is a season of harvest for you. ഇനിയുള്ള കാലങ്ങൾ വിലാപത്തിന്റെ കാലങ്ങളല്ല. Now the season is not the season of നിന്റെ weeping, നൃത്തത്തിന്റെ കാലങ്ങളാ. but it is the season of dancing for you. ഇനി നിന്റെ സന്തോഷത്തിന്റെ It കാലങ്ങളാ. is a season of joy for you. തയ്യാറാകുക. Be ready. ദൈവമായ കർത്താവ് May the ഈ Lord വചനങ്ങളാ നിങ്ങളെ അനുഗ്രഹിക്കും. bless you with this word. ഒരു മിനിറ്റ് കണ്ണടച്ചാട്ടെ. Let us close our eyes. ഞങ്ങളുടെ സ്വർഗ്ഗ പിതാവേ, Our heavenly Father, ഞങ്ങളോട് സംസാരിച്ചതിന്റെ ശബ്ദത്തിനായി we സ്തോത്രം. thank you for the voice that you released into our life. നിന്റെ പ്രവചന ദൂതിനായി സ്തോത്രം. We thank you for your prophetic എന്റെ voice. കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഇത് കൈമാറി. To my children I have അവർ imparted this to ജയിച്ചു them. പുറത്തു വരട്ടെ. Let them be victorious and come out. അവരെ തളർന്നിരുന്നിടത്ത് Everywhere where they were അവർ destroyed, എഴുന്നേറ്റ് കൽപ്പിക്കുന്നവരായി മാറട്ടെ. let them arise and declare with their mouth. അവർ ഒതുങ്ങിയിരുന്നിടത്ത് നിന്ന് Everywhere they just limited themselves,
അവർ പുറത്തു വരുന്ന സമയമാകട്ടെ. And let this be a season where they break that boundary and come out. കർത്താവ് അവരെ എഴുന്നേൽപ്പിക്കുന്നതിനാൽ സ്തോത്രം. Lord, we thank you that you are enabling അവരുടെ them കൈക്ക് to arise. പിടിച്ചതിനാൽ സ്തോത്രം. We thank you for your holding their hands. കർത്താവ് അവർക്ക് വേണ്ടി അമരത്തെഴുന്നേൽക്കുന്നതിനാൽ We സ്തോത്രം. thank you for you are standing up in that boat, oh Lord. നിന്റെ പ്രവൃത്തിക്കായി സ്തോത്രം. We thank you for your work. അത്ഭുതം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. We expect miracles from you, O Lord. ഈ വർഷം ഞങ്ങളുടെ സാക്ഷ്യങ്ങളുടെ വർഷമാക്കാൻ പോകുന്നതിനാൽ സ്തോത്രം. We thank you for this year is a year of testimonies for us. അനേകരുടെ അത്ഭുതങ്ങൾ ദൈവം തുറന്നതിനാൽ സ്തോത്രം. We thank you for you have opened up miracles for many, O Lord. പ്രാർത്ഥന കേട്ടതിനാൽ Thank you for hearing our prayer. യേശുവിൻ നാമത്തിൽ In Jesus Christ's name we pray. ആമേൻ. Amen. ദൈവം നിങ്ങളോട് ഇടപെട്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. I believe that the Lord spoke to every one of you. നിങ്ങളുടെ ജയം ആരംഭിച്ചു കഴിഞ്ഞു. Your victory has begun. നിങ്ങളുടെ അത്ഭുതം ആരംഭിച്ചു കഴിഞ്ഞു. Your miracle has begun. നിങ്ങളുടെ വിടുതൽ ആരംഭിച്ചു Your കഴിഞ്ഞു. deliverance has begun. ഒതുങ്ങിയിരുന്നത് മതി. It is enough that you have limited yourself. എഴുന്നേറ്റ് Arise, കുതിക്കുക, jump, ഓടുക, and run കീഴടക്കുക. and conquer everything. God bless you all.